Lighter to Lighten Marthoma Study Forum. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റൺ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ ലൈവായിട്ടുള്ള 241 വെബിനാറാണ് ഇപ്പോൾ ഇവിടെ സമാരംഭിക്കുന്നത്. ഏവർക്കും ഈ വെബിനാറിലേക്ക് സ്വാഗതമോതുന്നു. നമ്മുടെ ഇന്നത്തെ ഈ വെബിനാർ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആരംഭിക്കുന്നത് പാട്ടുപാടി പ്രാർത്ഥിച്ചാണല്ലോ നമ്മുടെ രീതി. അതനുസരിച്ച് ഇന്ന് നമ്മൾ പാട്ടുപാടുവാനായി ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷിബു തോമസ് സാറിനെയാണ്. അദ്ദേഹം ആമല്ലൂർ സെന്റ് ജോൺസ് മർത്തോബ ഇടവക സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സിനി ഷിബു നമുക്ക് നേരത്തെ ഗാനങ്ങൾ ആലപിച്ചും പ്രാർത്ഥിച്ചും സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഈ ഷിബു തോമസ് സാറ് നേരത്തെ ഇടവകയുടെ ട്രസ്റ്റി ആയിട്ടും ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് പങ്കെടുക്കുന്നയാളാണ്. തിരുവല്ല മെഡിക്കൽ മിഷനിൽ ജോലി ചെയ്യുന്നു. നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പാട്ടുപാടാവുന്നും അതിനുശേഷം പ്രാർത്ഥിക്കാവുന്നും സമ്മതിച്ചിട്ടുണ്ട്. ഗാനം ആലപിക്കുവാനായിട്ട് ശ്രീ ഷിബു തോമസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം. നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. നീ എന്റെ രക്ഷകനും നീ എന്റെ വൈദ്യനും നീ എന്റെ ആലംബവും നീ എൻ ദൈവം. നീ എന്റെ രക്ഷകനും നീ എന്റെ വൈദ്യനും നീ എന്റെ ആലംബവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. നീ എന്റെ പാലകനും നീ എന്റെ ആശ്വാസവും നീ എന്റെ മറവിടവും നീ എൻ ദൈവം. നീ എന്റെ പാലകനും നീ എന്റെ ആശ്വാസവും നീ എന്റെ
മറവിടവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ഉയരും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനൻ സർവവുമാ. അടിയനിതാ അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ. ഒരു ദിവസം നമുക്ക് നമ്മുടെ കഥകളെ കഥാവി ഈ സന്ധ്യാസമയത്ത് കഥാവി ഒരു പ്രാവശ്യം കൂടെ കഥാവി ഈ സെമിനാറിൽ കഥാവി ഒന്നിച്ചു കൂടുവാൻ കഥാവി അടികൾക്ക് തന്ന അവസരത്തെ സ്തോത്രം ചെയ്യുന്ന കഥാവി പല ഭവനങ്ങളിലായിരിക്കുന്ന അടികൾ കഥാവി എന്റെ സന്നിധിയിൽ അല്പസമയം കൂടെ ഉണ്ടായിരിക്കുന്ന കഥാവി അവിടുത്തെ സാന്നിധ്യം അടികളോട് കൂടെ ഉണ്ടായിരിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കഥാവി പ്രത്യേകമായി ഇതിന്റെ നടത്തിപ്പിനായി കഥാവി അവിടുന്ന് മുൻനിരയിൽ നിൽക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി ഓർക്കുന്ന കഥാവെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയും ചന്ദ്രമായി നടക്കുന്നതിനായി സ്തോത്ര കഥാവെ ഇതുവരെ നടത്തിയ ക്രമയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കഥാവെ ഇവിടെ മൊത്തം സഭയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കഥാവെ അതിലെ ഓരോരുത്തരെയും പ്രത്യേക തിരുവരെ സമർപ്പിക്കുന്ന കഥാവെ ഓരോ ഇടവക ജനങ്ങളെയും തിരുവരെ സമർപ്പിക്കുന്ന പരിപാലിക്കുന്നതിന് പ്രാർത്ഥിക്കുന്ന കഥാവെ ഇന്ന് ശുശ്രൂഷയിൽ അവിടുത്തെ കൂടെ ഇരിക്കുന്ന ഇന്ന് അടികളോട് സംസാരിക്കുന്നതിന്റെ മുന്നായി സ്തോത്രം ചെയ്യുന്ന അവിടുത്തെ സാന്നിധ്യം ഈ മീറ്റിംഗിൽ കൂടെ ഉണ്ടായിരിക്കുവാണ് പ്രാർത്ഥന കഥാവെ ആദ്യോടന്തം അടിയിൽ കൂടെ ഇരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയും രാജ്യത്തേക്ക് സ്തോത്രം യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. വളരെയധികം നന്ദിയുണ്ട്. നല്ല അർത്ഥവത്തായ ഒരു ഗാനമാണ് ആലപിച്ചത്. അതുപോലെ തന്നെ വളരെ നല്ല കൺട്രോൾ ചെയ്തു പ്രാർത്ഥിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും സഹകരിച്ചതിന് വലിയ നന്ദിയുണ്ട്. വീണ്ടും ഇതുപോലൊക്കെ ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഇന്നത്തെ മോഡറേറ്ററായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് കുരുവിള വർഗീസിനെയാണ്. കുരുവിള വർഗീസ് സാറിനെ പറ്റി പറയുമ്പോൾ നേരത്തെ നമുക്ക് ഒരു വട്ടം ഒരു നല്ല പ്രഭാഷണം നടത്തി ഈ പ്രോഗ്രാമിനോട് സഹകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമ്മുടെ ഒരു ആക്റ്റീവ് മെമ്പർ കൂടിയാണ്. അദ്ദേഹം ഏകദേശം വർഷങ്ങൾ കുവൈറ്റ് എയർവേസിന്റെ മാനേജർ തസ്തികയെ ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് വിരമിച്ച് തിരുവല്ലായി വന്ന് അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് സാമൂഹ്യ പ്രവർത്തനം വലിയ ഇഷ്ടമുള്ള ആളാണ്. തിരുവല്ലയിലെ എല്ലാ പ്രമുഖ പ്രസ്ഥാനങ്ങളിലെല്ലാം സജീവ അംഗമാണ്. അവിടുത്തെ YMCA, വൈസ്മെൻ ക്ലബ്ബ്, അഭയഭവൻ, ട്രാവൻകൂർ ക്ലബ്ബ്, ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ്, തിരുവല്ല വെൽഫെയർ സൊസൈറ്റി തുടങ്ങിയ അനവധി പ്രസ്ഥാനങ്ങളിലെ തിരുവല്ലയിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്ന വ്യക്തിയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സാഹിത്യത്തിലും നിയമത്തിലും പത്രപ്രവർത്തനത്തിലും ബിരുദം കരസ്ഥമാക്കിയ വ്യക്തിയാണ്. നല്ല മനോഹരമായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിൽ എഴുതുകയും സംസാരിക്കുകയും ചെയ്യാൻ കഴിവുള്ള തനി ലോകമെങ്ങും സുഹൃത്തുക്കളുള്ള ഒരു തനി തിരുവല്ലക്കാരനാണ് അഡ്വക്കേറ്റ് കുരുവിള വർഗീസ് സാറ്. സാറിന് നല്ല തിരക്കായിരുന്നു. ഞാൻ നിർബന്ധിച്ച് മോഡറേറ്ററായിട്ട് കൊണ്ടുവരികയാണ്. മറ്റൊരു അഡ്വക്കേറ്റ് വിഷയം അവതരിപ്പിക്കുമ്പോൾ ഒരു അഡ്വക്കേറ്റ് തന്നെ മോഡറേറ്റർ ആകുന്നത് ഉചിതമായിരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ കൂടി നിർബന്ധിച്ച് കൊണ്ടുവന്നു. സാറ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മോഡറേറ്റർ ആയതിൽ സന്തോഷമുണ്ട്. സാറിനെ ഇപ്പോൾ മോഡറേറ്റർ ആകുവാനായിട്ട് ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു വിൽസൺ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൈറ്റ് ടു ലൈറ്റൺ സ്റ്റഡി ഫോറത്തിൻ്റെ 200 മുമ്പുള്ള ഒരു എപ്പിസോഡിൽ ഞാൻ ഒരു വിഷയവുമായിട്ട് ഇവിടെ വന്നത് ഇപ്പോൾ ഓർമ്മിപ്പിച്ചല്ലോ. ഇന്നിപ്പോൾ ഇത് 241 ഞാൻ മനസ്സിലാക്കുന്നത്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. ഇതിൽ അന്ന് ഒരു പ്രഭാഷകനായിട്ടാണെങ്കിൽ ഇന്ന് ഒരു മോഡറേറ്ററുടെ റോളിൽ വരുവാൻ കഴിഞ്ഞതിൽ ഉള്ള അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവും ഞാൻ ആദ്യം തന്നെ അറിയിക്കട്ടെ. ശ്രീ വിൽസൺ
സൂചിപ്പിച്ചതുപോലെ ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വിൽപ്പത്രങ്ങളെ പറ്റിയാണ്. വിൽപ്പത്രം വില്ലനാവുമ്പോൾ എന്ന നോട്ടീസിൽ തലക്കെട്ട് തന്നെ ഒരു സൂചനയാണ്. നിയമസാധുതയുള്ള ഒരു വിൽപ്പത്രത്തിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെ, അത് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നുള്ളതാണ് ആ തലക്കെട്ടിൻ്റെ സൂചന. മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ടവരുടെ സ്വത്തിനു വേണ്ടി കോടതി മുറികളിൽ നടക്കുന്ന രൂക്ഷമായ, അതോടൊപ്പം തന്നെ ലജ്ജാകരമായ പോരാട്ടങ്ങൾ പലപ്പോഴും കാണാനിട വന്നിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കും തോന്നിയിട്ടുണ്ട്, ഒരല്പം ശ്രദ്ധ വച്ചിരുന്നുവെങ്കിൽ ഈ നാണക്കേട് ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന്. അതുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം സശ്രദ്ധം കേൾക്കുവാനായിട്ട് നമുക്ക് തയ്യാറായിരിക്കാം. ഇന്നത്തെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് പത്രപ്രവർത്തകനും അഭിഭാഷകനുമായ പൊതുപ്രവർത്തകനുമായ എൻ്റെ പ്രിയ സുഹൃത്തും കൂടിയായ ശ്രീ പി ലാലച്ചനാണ്. ലാലച്ചനെ പറ്റി വളരെ സമഗ്രമായിട്ടുള്ള ഒരു പരിചയപ്പെടുത്തൽ കുറിപ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓൾറെഡി വന്നതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കേണ്ടതുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. വിഷയത്തിൻ്റെ സാമൂഹികവും നിയമപരവുമായ പശ്ചാത്തലം നന്നായി അറിയുന്ന ഒരു ആളെന്നും മാത്രമല്ല, സദസ്സിനെ അറിഞ്ഞ് സംസാരിക്കുവാൻ കഴിവുള്ള വ്യക്തിയുമാണ് ലാലച്ചൻ. അദ്ദേഹത്തോട് ഒന്നിച്ച് പല പ്രസ്ഥാനങ്ങളിലും ഞാൻ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിഷയം വളരെ ഭദ്രമായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അദ്ദേഹം ഓതറ സ്വദേശിയാണ്, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് വിദ്യാർത്ഥിയാണ്. മാത്രമല്ല, ക്രിസ്ത്യൻ കോളേജിൽ 83 കാലഘട്ടത്തിൽ, 83 എന്നുള്ള ഇയർ ഞാൻ ഓർത്തിരിക്കാൻ കാര്യം, ഞാൻ കോളേജ് വിട്ടുമ്പോൾ 73-ലാണ്. അതായത് എന്നേക്കാൾ 10 വയസ്സ് കുറവായിരിക്കും എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം വളരെ വൈബ്രൻ്റായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹം കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. അതുപോലെ കോളേജിലെ പല ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലും ഒക്കെ സജീവമായിട്ടുള്ള അംഗമാണ് ഇദ്ദേഹം. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ആ വഴിക്ക് വളരെ സജീവമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലാലച്ചൻ പറയാനിരിക്കുന്ന വിഷയത്തിലേക്ക് ഒട്ടും അതിക്രമിച്ച് കടക്കാതെ ചില കാര്യങ്ങൾ ആമുഖമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിൽപ്പത്രങ്ങളുടെ ഉൽപ്പത്തിയും ചരിത്ര പശ്ചാത്തലവും അന്വേഷിച്ചു പോയാൽ നമുക്ക് സഹസ്രാബ്ദങ്ങൾ പിന്നോട്ട് സഞ്ചരിക്കേണ്ടി വരും. പുരാതന ഗ്രീക്ക്, റോമൻ സമൂഹങ്ങളിലും സിറ്റി സ്റ്റേറ്റുകളിലും മരണത്തിന് ശേഷം തങ്ങളുടെ ആസ്തി ബാധ്യതകൾ എപ്രകാരം വിനിയോഗിക്കപ്പെടണമെന്ന് മുൻകൂട്ടി എഴുതി വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്ന് കാണാം. ഇതിന് ശരിവെക്കുന്ന ചില പരാമർശങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. എബ്രായർ 9-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ പറയുന്ന ഒരു വാചകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നിയമം ഉള്ളയിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാവുന്നത്. നിയമകർത്താവിൻ്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. ഇത് വളരെ പെർഫെക്റ്റായിട്ട് നമ്മൾ ഇന്നറിയുന്ന വിൽപ്പത്രത്തിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെയാണ്. അതായത് വിൽപ്പത്രം എഴുതുന്ന ആൾ മരിച്ചു കഴിഞ്ഞ് മാത്രമേ വിൽപ്പത്രം ജീവൻ വെക്കത്തുള്ളൂ. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റോമൻ നിയമത്തിൽ ഇതിനെ ടെസ്റ്റമെന്റം എന്ന ലാറ്റിൻ പദത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. മരണശേഷം ആസ്തികളും ബാധ്യതകളും ആർക്കൊക്കെ എന്ന് എഴുതി വെക്കുന്ന ഒരു രീതി. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വത്ത് മാത്രമല്ല, അയാളുടെ ബാധ്യതകളും ഏറ്റെടുക്കുന്നതിന് നമ്മൾ തയ്യാറായിട്ടിരിക്കണം. അത് അന്നും ഉണ്ടായിരുന്നു, ഇന്നും അതൊക്കെ തന്നെയാണ്. കാരണം നമുക്കൊരാളൊരു വസ്തു എഴുതി വെച്ചാൽ ആ വസ്തുവിൻ്റെ പേരിൽ ബാധ്യതകളുണ്ടോ ഇല്ലെങ്കിൽ ഇല്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാൻ നമ്മൾ തയ്യാറായിട്ടിരിക്കണം. അതുപോലെ തന്നെ ഈ പ്രിവിലേജ്ഡ് വില്ലും അൺപ്രിവിലേജ്ഡ് വില്ലും അന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതായത് സൈന്യത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അവർ ചെയ്യുന്ന ബില്ലിനാണ് പ്രിവിലേജ്ഡ് ബില്ലെന്ന് പറയുന്നത്. പ്രിവിലേജ്ഡ് ബില്ലും അൺപ്രിവിലേജ്ഡ് ബില്ലും ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറവും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. റോമൻ കാലഘട്ടത്തിൽ ബെനിഫിഷ്യറീസ് അടിമകളോ കുടിയേറ്റക്കാരോ വിദേശികളോ ആയിരിക്കരുത് എന്ന് പ്രത്യേകം നിഷ്കർഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ അല്ലെങ്കിൽ പോലും ചില ആൾക്കാർക്ക്, ചില വിൽപ്പത്രം എഴുതുന്ന ആളിന് ഇത്ര പ്രായം ഉണ്ടായിരിക്കണം, അവരുടെ മാനസിക ആരോഗ്യനില ഇതുപോലെ ഉറപ്പുള്ളതായിരിക്കണം, പിന്നെ പ്രേരണയാലായിരിക്കരുത്, പിന്നെ ചെവി കേൾക്കാൻ വയ്യാത്തവർക്കും കണ്ണ് കാണാൻ വയ്യാത്തവർക്കും ചില
വിലക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും നമ്മൾ പാലിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും നമ്മളുടെ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആർജിച്ച ഒരു ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു കാര്യം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതാണ്ട് അരനൂറ്റാണ്ട് മുമ്പ്, അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു 30 വയസ്സുള്ള ഒരാൾ, ഒരു 40 വയസ്സുള്ള ഒരാൾ ഒരു വിൽപ്പത്രം എഴുതാൻ പോകുന്നു എന്ന് കേട്ടാൽ നമ്മൾ ഓർക്കും ഇത് തമാശയാണെന്ന് ഓർക്കും. ഇല്ലെങ്കിൽ ഓർക്കും അയാൾ ശരിക്കും ഒരു ഹൈപ്പോകോൺഡ്രിയാക്ക് അല്ലെങ്കിൽ ഒരു ഇപ്പം ചാവുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ രോഗം വന്ന് അതിനെ ഭയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയോ ആണെന്ന് നമ്മൾ കരുതാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അവിടെ നിന്നും ഇന്ന് കാര്യങ്ങൾ പാടെ മാറിയിട്ടുണ്ട്. 50 കൊല്ലം മുമ്പ് ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം 46 വർഷം അല്ലെങ്കിൽ ആയിരുന്നുവെങ്കിൽ ഇന്ന് 70 വയസ്സിന് 72, 73 ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ന്യായമായും മരണത്തെക്കുറിച്ചോ വിൽപ്പത്രത്തെക്കുറിച്ചുള്ള വേവലാതികൾ ഈ 21-ാം നൂറ്റാണ്ടിൽ കുറഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. കാരണം ആയുർദൈർഘ്യം വർദ്ധിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും അകാല മരണത്തിനുള്ള സാധ്യതകൾ ഇന്ന് മുമ്പന്നത്തെക്കാളും കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ അത് വളരെ അതിവേഗ യാത്രാ മാധ്യമങ്ങളിൽ നിന്നാകാം. വിമാനം പോലെ, ഹൈസ്പീഡ് റെയിലുകൾ പോലെ, ആഡംബര കാറുകൾ പോലെ ഉള്ള അതിവേഗ മാധ്യമങ്ങളിൽ പെട്ടുള്ള മരണമാകാം. അല്ലെങ്കിൽ വൻപൻ ഫാക്ടറികൾ പോലെ, യൂണിയൻ കാർബൈഡ് പോലെയുള്ള വലിയ തൊഴിലിടങ്ങൾ പോലെയുള്ള യന്ത്രവൽകൃത ചുറ്റുപാടുകളിൽ ആയിരിക്കാം. അല്ലെങ്കിൽ ഡാമുകൾ പോലെയും ആണവ നിലയങ്ങൾ പോലെയും തുരങ്കപാതകൾ പോലെയൊക്കെയുള്ള മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാവാം. ഇതൊന്നും അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ പോലെയോ അല്ലെങ്കിൽ വംശീയ കലാപങ്ങൾ പോലെയോ പ്രകൃതി ദുരന്തങ്ങൾ പോലെയോ നാളിതുവരെ കേട്ടിട്ടില്ലാത്ത മഹാരോഗങ്ങൾ പോലെയോ ഉള്ള കാര്യങ്ങളിൽ നിന്നാവാം. മരിക്കാനുള്ള സാധ്യത ചെറിയ പ്രായത്തിൽ തന്നെ വളരെ വർദ്ധിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വിൽപ്പത്രം എഴുതുക എന്നത് എന്നത്തെക്കാളും ഒരു ആവശ്യകതയും ഒരു സാധാരണ കാര്യവുമായി മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, വിൽപ്പത്രങ്ങളെ പറ്റിയുള്ള സാമാന്യ ജനത്തിൻ്റെ അറിവും കൂടുതൽ അറിയാനുള്ള ആവശ്യകതയും വർദ്ധിച്ച ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് ലൈറ്റ് ടു ലൈറ്റൺ പോലെയുള്ള സമൂഹത്തോട് ഉത്തരവാദിത്വവും പ്രതിബദ്ധതയുമുള്ള കൂട്ടായ്മകളുടെ ഉത്തരവാദിത്വമാണ്. വിൽപ്പത്രങ്ങളെ സംബന്ധിക്കുന്ന നിയമവശങ്ങൾ, അതിൻ്റെ പ്രായോഗിക വശങ്ങൾ എന്നിവ മനസ്സിലാക്കി തരുവാൻ എന്തുകൊണ്ടും യോഗ്യനായ വ്യക്തിയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ലാലച്ചൻ. പ്രഭാഷണത്തിനായി ലാലച്ചനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ കുരുവിള പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനും അദ്ദേഹവും നമ്മുടെ തിരുവല്ല എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട്. അതിൽ ഒരേ സമയം പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ് ഞങ്ങൾ നടത്തിയിരുന്ന ഒരു പ്രഭാഷണ പരമ്പരയുടെ നേതൃത്വം ശ്രീ കുരുവിളയ്ക്കായിരുന്നു. അതൊരു ചർച്ചാവേദിയായി തിരുവല്ലയിൽ ഒരുപാട് വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കോവിഡിന് ശേഷം അതിനൊരു അംഗം വന്നു. എന്നാലും ഞങ്ങൾ പല വേദികളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അദ്ദേഹം പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം എന്നെ ഈ ദൗത്യത്തിനായി രണ്ടാമതും ക്ഷണിച്ച ശ്രീ വിൽസൺ കരിമ്പനൂർ, നേരത്തെ ഒരു പ്രോഗ്രാമിൽ ഞാനിവിടെ പങ്കെടുക്കുകയുണ്ടായി. അത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. അന്ന് ചില കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ സാർവത്രികമായി അറിയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി എന്നോട് അതിന് സർവാത്മന ഞാൻ തയ്യാറാവുകയായിരുന്നു. നമുക്കെല്ലാം അറിയാവുന്ന വിഷയമാണ്. ഇന്നത്തെ ദിവസത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇന്നത്തെ ഈ ദിവസം നാളെ റംസാന്റെ വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങുകയാണ്. നമ്മുടെ നാട്ടിലും ദേശത്ത് തുടങ്ങിയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഒരു പക്ഷേ തുടങ്ങി കാണും. 30 ദിവസം നീണ്ടു നിൽക്കുന്ന റംസാൻ വ്രതാരംഭം. അതുപോലെ തന്നെ ക്രിസ്തീയ വിശ്വാസികൾ വലിയ നോമ്പിൻ്റെ ആ വലിയ അനുഭവത്തിലേക്ക് അടുത്ത 50 നോമ്പിൻ്റെ ദിവസങ്ങളിലേക്ക് പോവുകയാണ്.
Sir, it's been started. നമ്മുടെ സമൂഹവും നമ്മുടെ സഭയുമൊക്കെ വലിയ പ്രതിസന്ധികളിലൂടെ മുന്നേറുന്ന ഒരു കാലഘട്ടമായതിനാൽ ഈ നോമ്പിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. നാളെ ഒട്ടുമിക്ക ദേവാലയങ്ങളിലും ശുഭ്കോനോ ശുശ്രൂഷ, നിരപ്പിൻ്റേതായ സമാധാനത്തിൻ്റെതായ പരസ്പരം പൊറുക്കുകയും മറക്കുകയും ചെയ്യുന്നതായ അന്തരീക്ഷത്തിലുള്ള പ്രത്യേക ശുശ്രൂഷകൾ നടക്കുന്ന ദിവസമാണ്. പലതും പൊറുക്കുകയും മറക്കുകയും ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാതെ പോയാൽ അത് ശരിയാവുകയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഈ രണ്ട് കാര്യങ്ങൾ ക്രിസ്തീയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന നമ്മെ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥനയുടേതായ അനുഭവത്തിലൂടെ, നോമ്പിൻ്റെ അനുഭവത്തിലൂടെ, ഉപവാസത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു വരേണ്ട ഒരു കാലഘട്ടമാണ്. അതിന് നമുക്കെല്ലാം സർവേശ്വരൻ ഇടയാക്കട്ടെ. വലിയ നോമ്പിൻ്റേതായിട്ടുള്ള എല്ലാ ആശംസകളും എല്ലാവർക്കും ഈ അവസരത്തിൽ നേരുകയാണ്. നമുക്കെല്ലാവർക്കും ഉറപ്പായിട്ടുള്ള ഒരു കാര്യം മരണമാണ്. മരണമെന്നുള്ളതൊരു സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് അത്രത്തോളം ഉറപ്പ് പറയാൻ പറ്റില്ല. മരണം എല്ലാവർക്കും സംഭവിക്കും, എല്ലാവരും മരിക്കും, എല്ലാവരും മരിച്ച് ഈ ലോകത്തിൽ നിന്ന് പോകും. അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ നമ്മുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ, നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ തലമുറകളിലേക്കോ നമ്മുടെ താല്പര്യമനുസരിച്ച് മറ്റുള്ളവരിലേക്കോ പകർന്നു കൊടുക്കുന്നതിന് കുരുവിള ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്രീക്കുകാരുടെ കാലം മുതൽ, റോമാക്കാരുടെ കാലം മുതൽ, മാഗ്ന കാർട്ട മുതൽ സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഒരു സമ്പ്രദായമാണ് വിൽ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റേഷൻ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ടെലിഗ്രാം വന്നാൽ അടുത്ത വീട്ടിൽ ഉൾപ്പെടെ വലിയ നിലവിളി സംഭവിക്കുമായിരുന്നു. ടെലിഗ്രാം വന്നാൽ അതിനർത്ഥം ഈ ടെലിഗ്രാം അയച്ച ആൾ മരിച്ചു എന്നുള്ള രീതിയിൽ ആളുകൾ വിലപിക്കുകയും നിലവിളിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെയാണ് ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ കുരുവിള ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ വിൽപത്രം എഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വിൽപത്രത്തെ ഒരു ഡെത്ത് വാറന്റ് ആയിട്ട് മരിക്കാൻ പോകുന്ന ഒരാൾ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വളരെ വളർന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റം, നമ്മുടെ സാമൂഹിക കാഴ്ചപ്പാടിൽ വന്ന മാറ്റം, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ വന്ന മാറ്റം, സാമ്പത്തിക സ്ഥിതിയെ പ്രത്യേകമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. കാരണം വിൽപത്രത്തിന്റെ ആവശ്യകത എന്തുകൊണ്ടുണ്ടാകുന്നു? സാമ്പത്തികമായി പലരും പുരോഗമിക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് ആ പുരോഗമനത്തിന്റെ അംശങ്ങൾ വീതിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ആ തലമുറയ്ക്ക് വിട്ട് നിരന്തരമായ കോടതി വ്യവഹാരങ്ങളിലൂടെ കുടുംബങ്ങളിൽ അന്തഃഛിദ്രമുണ്ടാകാതിരിക്കുവാൻ ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണ് വിൽപത്രം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴും ഈ വിൽപത്രത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് സംശയങ്ങളും ഒരുപാട് ഹെസിറ്റേഷനും മടിയും ഉദാസീനതയും പലരിലും കാണുന്നുണ്ട്. വിൽപത്രം നമ്മൾ എപ്പോൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരികയാണെങ്കിൽ, പണ്ടാരോ പാടിയിട്ടുണ്ട്, കൊഞ്ചല് കൊഞ്ചല് 4 കാല്, കൊഞ്ചല് തീർന്നാൽ 2 കാല്, 60-70 3 കാല്, 90 ആയാൽ 6 കാല്. കുഞ്ഞായിരിക്കുമ്പോൾ 4 കാലിൽ നടക്കുകയും കുഞ്ഞുപ്രായം കഴിയുമ്പോൾ 2 കാലിൽ നടക്കുകയും 60-70 പ്രായമാകുമ്പോൾ സ്വന്തമായിട്ടുള്ള 2 കാലും വടിയുടെ 1 കാലും ചേർന്ന് 3 കാലിൽ നടക്കുകയും 90 വയസ്സാകുമ്പോൾ കട്ടിലിന്റെ 4 കാലും നമ്മുടെ 4 കാലും ചേർത്ത് 6 കാലിലാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. അപ്പോൾ ഈ 6 കാലിൽ നടക്കുന്ന കാലത്ത് വിൽപത്രം എഴുതാൻ പോയാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ആ സമയത്ത് നമ്മുടെ ചിന്താശക്തിയൊന്നും ഉദ്ദേശിക്കുന്ന രീതിയിൽ, ശരീരം ആഗ്രഹിച്ചാലും മനസ്സിനെ നിർത്താൻ പറ്റില്ല, മനസ്സാഗ്രഹിച്ചാലും
ശരീരത്തെ നിർത്താൻ പറ്റില്ല. അപ്പോൾ ഒരു വിൽപത്രം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3 കാലിൽ നടക്കുമ്പോഴെങ്കിലും വിൽപത്രത്തെ നമ്മൾ ഉണ്ടാക്കണം. കാരണം വിൽപത്രം ഉണ്ടാക്കുവാനുള്ള ബുദ്ധിയും വൈഭവവും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ വിൽപത്രം ശരിയായ രീതിയിൽ ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് ശ്രീ കുരുവിള ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് വിൽപത്രം വില്ലനാകുമ്പോൾ എന്നൊരു ഹെഡിങ് കൊടുത്തത് എന്നൊരു സ്വാഭാവികമായ ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകാം. വിൽപത്രം എന്താണ് വില്ലനാകുന്നത്? വില്ലനായ അനേകം സംഭവങ്ങൾ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവ പരമ്പരകൾ. ഞാൻ തിരുവല്ലയിലെ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൻ്റെ കൺസീലിയേഷൻ ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രായമുള്ള ആളുകളുടെ കേസ് കേൾക്കുന്ന വേദിയാണ്. ഇതുപോലുള്ള നിരന്തരമായ പരാതികൾ അവിടെ വരികയും വിൽപത്രത്തിൻ്റെ പേരിൽ, സ്വത്ത് ഭാഗിക്കുന്നതിൻ്റെ പേരിൽ, സ്വത്തിൻ്റെ പേരിൽ, സ്വത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നതിൻ്റെ പേരിൽ, മകൾക്ക് കൂടുതൽ കൊടുത്തതിൻ്റെ പേരിൽ, മകന് കൂടുതൽ കൊടുത്തതിൻ്റെ പേരിൽ പരാതികളുമായി എത്തുന്ന വലിയൊരു വിഭാഗത്തെ നിരന്തരമായി കാണുന്നുണ്ട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പരാതിക്കാരിൽ ബഹുഭൂരിപക്ഷവും ക്രിസ്തീയ സമൂഹത്തിൽ നിന്നുള്ളവരാണ്, ധനാഢ്യരാണ്, പണം കണ്ടമാനമുള്ളവരാണ്. പണത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് മക്കൾ തമ്മിൽ പണത്തിന് വേണ്ടി പിടിവാശി കൂടുകയും മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഞാനിത് പറയാൻ കാര്യം, വില്ലൻ എന്ന് പറയുവാൻ കാര്യം, വില്ലൻ എന്ന വാക്ക് ഉപയോഗിക്കുവാൻ കാര്യം, തിരുവല്ലയിലെ വളരെ പ്രശസ്തമായ ഒരു കുടുംബത്തിൽ, പേരുമൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതുകൊണ്ട് ഞാൻ അതൊന്നും സൂചിപ്പിക്കുന്നില്ല, ഒരു വിൽപത്രം എഴുതി വെച്ചിട്ട് അവിടുത്തെ പിതാവ് കടന്നു പോവുകയും ഈ വിൽപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മക്കൾ വസ്തു വീതിക്കാൻ നോക്കിയപ്പോൾ വിൽപത്രത്തിൽ അടിമുടി തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 33 വർഷമായി വ്യവഹാരത്തിലൂടെ പോവുകയാണ് ആ കുടുംബം എന്ന് പറഞ്ഞാൽ അതിശയോക്തികരമായി ചിലർക്കെങ്കിലും തോന്നും. എൻ്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ കാണുന്നതായതുകൊണ്ട് ഭംഗ്യന്തിരേണ ആ വിഷയം ഇവിടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 7 ഏക്കറോളം സ്ഥലം, പഴയ രീതിയിലുള്ള ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള ഒരു ബംഗ്ലോവ് എല്ലാം മക്കൾക്ക് വേണ്ടി വീതിച്ചപ്പോൾ നീതിയുടെ പര്യായമായിരുന്ന അപ്പൻ തുല്യമായി വീതിക്കുവാനായി വിൽപത്രത്തിൽ എഴുതി വെക്കുകയും തുല്യതയുള്ള തുലാസിൽ വന്നപ്പോൾ മക്കൾ തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തു. തുല്യമായി വീതിക്കുന്നതിന് ആർക്കും എതിരില്ല. 8 or 9 മുറിയുള്ള വലിയൊരു കെട്ടിടം തുല്യമായി വീതിക്കുമ്പോൾ ആർക്ക് എവിടെയൊക്കെ കൊടുക്കണം? വിൽപത്രത്തിൽ ഒന്നും പറയുന്നില്ല, തുല്യമായി കൊടുക്കണമെന്ന് മാത്രം. വസ്തുവിനെ സംബന്ധിച്ച് 7 ഏക്കറോളം എന്ന് ഞാൻ പറഞ്ഞു. റോഡിന്റെ മുമ്പിൽ കാണുന്നത് 1 ഏക്കറാണ്, ബാക്കി 6 ഏക്കർ. റോഡിന്റെ മുമ്പിലെ വസ്തു ആർക്ക് പോകണം? വിൽപത്രത്തിൽ ഒന്നും പറയുന്നില്ല. ഈ വ്യവഹാരത്തിന്റെ തുടക്കം നടക്കുന്ന സമയത്ത്, ഇതിൽ സഹോദരന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, വ്യവഹാരം തുടങ്ങുന്ന സമയത്ത് അന്നത്തെ മുൻസിഫിന്റെ മുമ്പിൽ സഹോദരങ്ങളെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട്, ഹിന്ദുവാണ് അദ്ദേഹം ഈ സഹോദരങ്ങളോട് പറഞ്ഞു, ഫോർ ഗോഡ്സ് സേക്ക് യു കം ടു എ സെറ്റിൽമെന്റ് ബിറ്റ്വീൻ യു. നിങ്ങൾ തമ്മിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കുക. നിങ്ങൾ വ്യവഹാരവുമായി മുന്നോട്ട് പോയാൽ 30 വർഷത്തിന് മുമ്പ് നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് കിട്ടാൻ പോകുന്നില്ല. 32ാമത്തെ വർഷമാണ് ഏതാണ്ടൊരു സ്വീകാര്യമായ രീതിയിലേക്കൊരു കോടതി വിധിയിലേക്ക് വരുന്നത്. ഈ 32 വർഷത്തിനിടയിൽ എന്ത് സംഭവിച്ചു? 7 ഏക്കറോളം വരുന്ന വസ്തു സാമൂഹ്യപരമായി സ്വയം മാറി. വീട്ടിനകത്ത് തെങ്ങും പനയും കിളിച്ചു.
പൂർവികന്മാർ അധ്വാനിച്ചുണ്ടാക്കിയ, അവരുടെ വിയർപ്പൊഴുക്കിയ, അവരുടെ ചോര നീരാക്കിയ സ്വത്തുവകകൾ അന്യാധീനപ്പെട്ടു. അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വീടിന്റെ പരിസരങ്ങൾ കാലങ്ങളോളം ഉപയോഗിച്ചു. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. മരപ്പെട്ടിയും മറ്റ് വന്യജീവികളും ഒക്കെ അവിടെ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ വിൽപ്പത്രം സഹായിയാവുകയായിരുന്നു, വില്ലനാവുകയായിരുന്നു. വ്യവഹാരത്തിനിടയിൽ 3 സഹോദരങ്ങൾ മരിച്ചു. ഏറ്റവും വാശിയുള്ളവരൊക്കെ മരിച്ചുപോയി. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ ഒരു കാര്യം ഒരിക്കൽ പരിഹരിച്ചില്ലെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സക്സഷൻ ക്യാൻ നെവർ ബി ഇൻ അബേൻസ്. പിന്തുടർച്ചാവകാശം എന്ന് പറയുന്നത് നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ നെവർ ബി ഇൻ അബേൻസ്, ഇറ്റ് ക്യാൻ നെവർ ബി ഇൻ എ വാക്യൂം. സക്സഷൻ എന്താന്നുള്ളത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആളിന്റെ സക്സഷനെ സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുകയും നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യണം. നഷ്ടപ്പെടുന്ന ഓരോ ദിവസവും ആ വസ്തുവിലേക്കുള്ള അവകാശത്തിലേക്കുള്ള നമ്മുടെ അകലം കൂട്ടുകയല്ലാതെ കുറയ്ക്കുകയില്ല. അപ്പോൾ ഈ വ്യവഹാരത്തെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇത്തരം വ്യവഹാരങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണം വിൽപ്പത്രങ്ങൾ ഉണ്ടാക്കുമ്പോഴുള്ള ഉദാസീനതയും ശ്രദ്ധക്കുറവുമാണ്. വിൽപ്പത്രങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കണ്ടീഷണലായി വിൽപ്പത്രം ഉണ്ടാക്കരുത്. കൊടുക്കാനുള്ളത് വീതിച്ചു കൊടുക്കുക. ഇന്ന ഭാഗം ഇന്നയാൾക്ക്, ഇന്ന ഭാഗം ഇന്നയാൾക്ക്, ഇന്നിടത്തുള്ള എസ്റ്റേറ്റ് ഇന്നയാളിന്. കഴിവതും ഒരു വീടുണ്ടെങ്കിൽ വീടിന് ഒന്നിലധികം അവകാശികളെ വെക്കാതിരിക്കുക. വീടിന് ഒന്നിലധികം അവകാശികളായാൽ തർക്കത്തിലേക്കുള്ള വാതിൽ നമ്മൾ തന്നെ തുറന്നിടുകയാണെന്ന് എപ്പോഴും ഓർക്കണം. വിൽപ്പത്രം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യം, ഈ വിൽപ്പത്രമൊക്കെ നമ്മൾ എഴുതി ഇത് രജിസ്റ്റർ ചെയ്യാനൊക്കെ നമ്മുടെ പ്രദേശത്തുള്ള രജിസ്ട്രാർ ഓഫീസിൽ പോകുമ്പോൾ ഇതെല്ലാം പൊതുജനമെല്ലാം അറിയും. ഇപ്പൊ മക്കളും അറിയും ആർക്കൊക്കെ എന്തോ കൊടുത്തു. പിന്നെ മക്കളുടെ മുഖത്ത് നോക്കുമ്പോൾ ഏത് അപ്പനും അമ്മയാണെങ്കിലും ചെറിയ വ്യത്യാസമൊക്കെ ഇതിൽ ചില സ്നേഹ വ്യത്യാസങ്ങളൊക്കെ പ്രകടിപ്പിക്കും. പെൺമക്കളോട് ചിലപ്പോൾ ഇച്ചിരി സ്നേഹം കൂടും, ചിലപ്പോൾ ഇളയ മകനോട് അല്പം സ്നേഹം കൂടും, ചിലപ്പോൾ മൂത്ത മകനോട് വാത്സല്യം അല്പം കൂടും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ കാണും. ഈ ഏറ്റക്കുറച്ചിലുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വെളിപ്പെട്ടു പോയാൽ പ്രശ്നമാകുമോ എന്നുള്ള ഭയം കൊണ്ട് ഏറ്റക്കുറച്ചിലുകളെ മൂടി വെക്കാൻ വേണ്ടി വിൽപ്പത്രം ഉണ്ടാക്കാതിരിക്കുകയും ഉണ്ടാക്കിയാൽ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ 2 സാഹചര്യം ഒഴിവാക്കാവുന്നത്. കാരണം വിൽപ്പത്രം എന്ന് പറയുന്നത് ബുക്ക് നമ്പർ 1 അല്ലാത്തടത്തോളം, ബുക്ക് നമ്പർ 1 വരാത്ത ഡോക്യുമെന്റുകളെല്ലാം കേരളത്തിലെ ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലും രജിസ്റ്റർ ചെയ്യാം. അപ്പൊ തിരുവല്ലയിലുള്ള ഒരാൾക്ക് പത്തനംതിട്ടയിലോ ആലപ്പുഴയിലോ ഉള്ള സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി ചെവി അറിയാതെ വിൽപ്പത്രം രജിസ്റ്റർ ചെയ്ത് വരാം. അപ്പോൾ ഒരു ചോദ്യം വരും, വിൽപ്പത്രം എന്തിനാ രജിസ്റ്റർ ചെയ്യുന്നത്? രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? വിൽപ്പത്രം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. വിൽപ്പത്രത്തിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല. അപ്പൊ പിന്നെ എന്തിനാണ് രജിസ്റ്റർ ചെയ്യുന്നത്? രജിസ്റ്റർ ചെയ്ത വിൽപ്പത്രമാണെങ്കിൽ വിൽപ്പത്രത്തിന്റെ നിലനിൽപ്പിനെ, എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുവാനുള്ള അവകാശം വളരെയധികം ലഘൂകരിക്കപ്പെടും. രജിസ്റ്റർ ചെയ്ത ഒരു വിൽപ്പത്രം നിലവിലില്ലെന്നൊരാൾക്ക് പറയാൻ പറ്റില്ല. വിൽപ്പത്രത്തെ ചലഞ്ച് ചെയ്യാം, അതിന്റെ പ്രൊവിഷൻസിനെ ചലഞ്ച് ചെയ്യാം. പക്ഷെ വിൽപ്പത്രമില്ല എന്ന് പറയാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം വരും. അപ്പൊ അതുകൊണ്ടാണ് വിൽപ്പത്രം രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും വിൽപ്പത്രം ഉണ്ടാക്കാനുള്ള ചിന്ത മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ, ഇറ്റ് ഷുഡ് ബി ക്ലിയർ കട്ട്. ഓരോരുത്തർക്കും കൊടുക്കുവാനുള്ളത് എക്സിന് കൊടുക്കാനുള്ളത് എക്സിന്, വൈക്ക് കൊടുക്കാനുള്ളത് വൈക്ക്, ഒരു തരത്തിലുള്ള അംബീഗ്വിറ്റിയും ഇല്ലാതെ ലളിതമായ ഭാഷയിൽ. വിൽപ്പത്രം എന്ന് പറയുന്ന ഒരു സാഹിത്യ സൃഷ്ടിയല്ല. വിൽപ്പത്രം ഒരു ആത്മാവിഷ്കാരമല്ല.
വിൽപത്രം എന്ന് പറയുന്നത് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ദാറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ലവ്, ദാറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ചോയ്സ്. അപ്പോൾ നമ്മുടെ സ്നേഹവും നമ്മുടെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവും വിട്ടുകൊടുത്തുകൊണ്ട് വിൽപത്രം വെള്ളപ്പേപ്പറിൽ അറിയാവുന്ന ഭാഷയിൽ എഴുതിയാൽ മതി. ഭാഷ സുവ്യക്തവും ദൃഢവുമായിരിക്കണം. ആലങ്കാരികമായ ഭാഷകൾ ഉപയോഗിക്കുവാൻ സാഹിത്യ സൃഷ്ടിയല്ല വിൽപത്രം. സാധാരണ ഭാഷയിൽ ഏത് രീതിയിൽ എഴുതിയാലും വിൽപത്രത്തിന്റെ സ്വീകാര്യതയോ അതിൻ്റെ മൂല്യമോ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് വിൽപത്രം ഉണ്ടാക്കുവാനായി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് വ്യക്തമായി പറയേണ്ടത് ഏത് സമയത്തും വിൽപത്രം ഉണ്ടാക്കാം. ഇന്നുണ്ടാക്കുന്ന വിൽപത്രം 10 വർഷത്തിന് ശേഷം മാറ്റി വേറൊരു വിൽപത്രം ഉണ്ടാക്കാം. അതിനുശേഷം മരിക്കുന്നതിൻ്റെ തലേ ദിവസം വേറൊരു വിൽപത്രം ഉണ്ടാക്കാം. വിൽപത്രം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്. ദി വിൽ ഓഫ് എ ടെസ്റ്റേറ്റർ ഈസ് ആംബുലേറ്ററി അണ്ടിൽ ഹിസ് ഡെത്ത്. അത് മാറിക്കൊണ്ടേയിരിക്കും. എൻ്റെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും, എൻ്റെ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കും, എൻ്റെ പ്രയോറിറ്റികൾ മാറിക്കൊണ്ടിരിക്കും, കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹായിയായി നിന്ന ഒരാളുണ്ടായിരുന്നു, അയാൾക്ക് 10 സെന്റ് സ്ഥലം കൊടുക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ വിൽപത്രത്തിൽ വ്യക്തമായി അത് എഴുതുകയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത്തരമൊരു വിൽപത്രം രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അതുപോലെ മറ്റാർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ. ഈ അടുത്ത സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ ഒരു ചോദ്യവുമായിട്ട് വന്നു. എന്നോട് പറഞ്ഞു, സാറേ, എൻ്റെ അപ്പന് 3 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, അതെല്ലാം പുള്ളി കുറേ പേർക്കൊക്കെ വിൽപത്രം എഴുതി കൊടുത്തു, കുറച്ച് പേർക്ക് വിറ്റു, എനിക്കൊന്നും തന്നില്ല. ഇത് ഞങ്ങളുടെ വല്യപ്പൻ്റെ സ്വത്താണ്. അപ്പൻ ഈ ചെയ്തതിനെ ചോദ്യം ചെയ്യാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? ഒരു വകുപ്പുമില്ല. ഇന്ത്യൻ സക്സഷൻ ആക്ട് അനുസരിച്ച് മരിക്കുമ്പോൾ മാത്രമേ പിന്തുടർച്ചാവകാശവും ഉണ്ടാകുന്നുള്ളൂ. അതുവരെ നമ്മുടെ പിന്തുടർച്ചാവകാശികളല്ല. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ സക്സഷൻ ഉണ്ടാകുന്നു. മരിക്കുന്നതിന് മുമ്പ് എന്ത് ക്രയവിക്രയം വേണമെങ്കിലും ചെയ്യുവാൻ സ്വത്തിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള നിലയിൽ വ്യക്തികൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. വേറൊരു ചോദ്യം, അതും പലരും ചോദിച്ചിട്ടുണ്ട്. ഒരാളിനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് ഉണ്ട്, ഞാൻ എൻ്റെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിലാണ് ഈ ഫ്ലാറ്റ്, ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ പേരിലാണ്. അച്ചായൻ മരിച്ചുപോയി, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞാനല്ലേ അവകാശി. ആണോ? അച്ചായൻ മരിച്ചു പോയതുകൊണ്ട് അമ്മാമ്മ 100% അവകാശി ആവുമോ? ആകത്തില്ല. അച്ചായൻ മരിക്കുന്ന നിമിഷം ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്ലേ ചെയ്യാൻ തുടങ്ങും. അമ്മാമ്മയ്ക്ക് 1/3, ബാക്കിയുള്ള 1/2 മക്കൾക്ക് തുല്യമായിട്ട്. അപ്പോൾ അച്ചായൻ മരിച്ചു പോയതുകൊണ്ട് ഈ വസ്തു അല്ലെ ഈ ഫ്ലാറ്റ് എനിക്ക് വിൽക്കാമെന്ന് അമ്മമ്മ വിചാരിച്ചാൽ നടക്കത്തില്ല. ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു ഘടകമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു വേണം. അപ്പോൾ ഞാൻ ആദ്യം മുതൽ പറഞ്ഞു വരുന്ന കാര്യം, വിൽപത്രം വില്ലനാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ വിൽപത്രത്തെ സംബന്ധിച്ച് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ധാരണകൾ ഉണ്ടായിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ധാരണ, വിൽപത്രത്തിൽ നമ്മൾ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം, എങ്ങനെ വിൽപത്രം എഴുതണം, അതിൻ്റെ ലളിതമായ ഭാഷ, അത് രജിസ്റ്റർ ചെയ്യുവാനുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ്, രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നത് അബദ്ധമായി പോകാതിരിക്കാൻ രജിസ്റ്റർ ചെയ്യുവാനുള്ള ശ്രമം നമ്മൾ നടത്തണം. ഏത് രജിസ്ട്രാർ ഓഫീസിലും ജൂറിസ്ഡിക്ഷൻ വിട്ട് ഈ ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ല, അതുകൊണ്ട് അതിൻ്റെ ചെലവുകൾ വളരെ കുറവായിരിക്കും. ചെറിയ രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ വരുള്ളൂ. അത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിൽപത്രത്തെക്കുറിച്ചുള്ള ഏകദേശമായ ഒരു ധാരണ നമുക്ക് വന്നു കഴിഞ്ഞു. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ
നമുക്ക് വിൽപത്രം മാറ്റണം എന്ന് തോന്നിയാൽ ഏത് സമയവും മാറ്റാം. വിൽപത്രം നിലനിൽക്കെ തന്നെ ജീവനുള്ള വ്യക്തിക്ക് ആ വിൽപത്രത്തിലുള്ള വസ്തു ക്രയവിക്രയങ്ങൾ നടത്തുകയോ വിൽക്കുകയോ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്യാം. ഇതിനൊന്നും ഒരു തരത്തിലുള്ള തടസ്സങ്ങളും നിയമപരമായിട്ടില്ല. അതുകൊണ്ട് അതിലൊന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം യഥാർത്ഥത്തിലില്ല. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള വലിയൊരു പ്രശ്നം ഈ അടുത്ത സമയത്തായിട്ട് ഞാൻ കാണുന്നത്, നമ്മുടെ പുതിയ തലമുറയ്ക്ക് സ്വത്തുക്കളിലുള്ള താല്പര്യം വളരെയധികം കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു പ്രതിസന്ധി നമ്മുടെ ഇടയിലേക്ക് വരുന്നു. ആ പ്രതിസന്ധി എത്രത്തോളം വളരും, എത്ര ദൂരം വരെ പോകും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്നലകളിൽ കണ്ട മൈഗ്രേഷന്റെ സ്വഭാവമല്ല ഇന്നത്തെ മൈഗ്രേഷന്റെ സ്വഭാവം. ഇന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നവർ അവരുടെ ലക്ഷ്യങ്ങൾ വേറെയാണ്. മുൻകാലങ്ങളിലെ മൈഗ്രേഷൻ 1940-കളിൽ നമ്മുടെ കുമ്പനാട് പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുവൈറ്റ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോയി, അല്ലെങ്കിൽ മലയായി പോയി, അല്ലെങ്കിൽ അന്ന് കൊളംബോ, ശ്രീലങ്കയ്ക്ക് സിലോൺ എന്നായിരുന്നു പറയുന്നത്, സിലോണിൽ പോയി. ഇങ്ങനെയുള്ള മൈഗ്രേഷനുകളുടെ പിന്നിലുള്ള ചിന്ത ജീവനോപാധി എന്ന രീതിയിലുള്ള മൈഗ്രേഷനായിരുന്നു. ജീവിക്കാൻ വേണ്ടി മൈഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ജീവിക്കാൻ വേണ്ടി മൈഗ്രേറ്റ് ചെയ്ത വ്യക്തികൾ നാട്ടിൽ വിട്ടിട്ട് പോയ സഹോദരങ്ങളെയും അമ്മയപ്പന്മാരെയും ബന്ധുക്കളെയും വളരെയധികം സഹായിക്കുകയും അവരെ എല്ലാം കൈപിടിച്ചുയർത്തുകയും അവരെയൊക്കെ മൈഗ്രേറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ജോലി വാങ്ങിച്ചു കൊടുക്കുകയും പിന്നീട് തിരികെ വന്ന് നമ്മുടെ നാട്ടിൽ നല്ല വീടും ഒക്കെ വെച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു മൈഗ്രേഷന് നേരത്തെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ മൈഗ്രേഷന്റെ സ്വഭാവം അതല്ല. ഇന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയല്ല, ജീവിതത്തിന്റെ സുഖങ്ങൾ ആസ്വദിക്കുവാൻ വേണ്ടിയാണ്. ആ സുഖങ്ങൾ ആസ്വദിക്കുവാനുള്ള പ്രയാണത്തിൽ പലതും തട്ടിത്തെറിപ്പിച്ചിട്ടാണ് ആ മൈഗ്രേഷനിലേക്കുള്ള യാത്ര നടക്കുന്നത്. ആ തട്ടിത്തെറിപ്പിക്കൽ സ്വന്തം കുടുംബം വരെയാകാം. അപ്പോൾ പൂർവികർ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തും വസ്തുവകകളും പണയപ്പെടുത്തി വിദേശത്തേക്ക് ചേക്കേറുകയും അവിടെ ജീവിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ ബാക്കി വരുന്ന അംശങ്ങളായിട്ടുള്ളവരാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ. ഈ വലിയ വിഭാഗം പ്രതികരിക്കുന്ന കാഴ്ചപ്പാട് നമ്മൾ ഇതുവരെ കണ്ട കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ അടുത്ത സമയത്ത് പാണ്ടനാട്ടിലുള്ള ഒരു അമ്മച്ചി, വളരെ റിച്ച് ആയിട്ടുള്ള ഒരു അമ്മച്ചി ഞങ്ങളുടെ അടുത്ത് വന്നു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കണം, ഒരു വിൽപത്രം ഉണ്ടാക്കണം. അതിൽ എനിക്ക് 4 മക്കളാണ്, ഇവർ 4 പേരും അമേരിക്കയിലാണ്. പാണ്ടനാട്ട് ഒരു വലിയ വീടുണ്ട്, ഏക്കർ കണക്കിന് വസ്തുവുണ്ട്, മക്കൾക്ക് ആർക്കും വേണ്ട, ഒരാൾക്ക് പോലും വസ്തുവും വേണ്ട, വീടും വേണ്ട. പുതിയൊരു വൈതരണിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആർജിച്ചു വെച്ച സ്വത്തുക്കൾ, സ്വരുക്കൂട്ടി വെച്ച സ്വത്തുക്കൾ അടുത്ത തലമുറയ്ക്ക് വേണ്ട, അവർ പുറങ്കാല് കൊണ്ട് തൊഴിച്ച് അതിനെ തള്ളിക്കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്നാലും വിൽപത്രം എഴുതി, ഒരു മകനെ നിർബന്ധിച്ച് മറ്റു 3 പേർക്ക് ഇത് വേണ്ട എന്ന് എഴുതിയ കൂട്ടത്തിൽ. അപ്പോൾ ഇതാണ് വേറെ ഒരു വിഷയം. വിൽപത്രത്തിൽ ആർക്കെങ്കിലും സ്വത്ത് കൊടുക്കാതിരുന്നാൽ അതിൻ്റെ കാര്യകാരണ സഹിതങ്ങൾ നമുക്കതിൽ വിവരിക്കുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടെ ഒത്തൻറ്റിസിറ്റി ഉണ്ടാവും. മറ്റു മക്കളെല്ലാം അമേരിക്കയിൽ സെറ്റിലാണ്, അവർക്കാർക്കും ഇന്ത്യയിലെ ഒരു സ്വത്തിനോടും താല്പര്യമില്ലാത്തത് കൊണ്ട് ഇന്ത്യയിലെ സ്വത്തുക്കൾ മുഴുവൻ ഒരു മകൻ എഴുതി വെച്ചു. വിൽപത്രത്തിൽ എഴുതി വെച്ചതുകൊണ്ട് മാത്രം ഈ മക്കള് ഈ വസ്തുക്കൾ ഏറ്റെടുക്കാൻ വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എൻ്റെ ബന്ധത്തിൽ ഒരാള് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ അടുത്ത സമയത്ത് ആ ബാങ്കിൽ നിന്നൊരു ലിസ്റ്റ് അവർ കൊടുത്തു. തിരുവല്ലയിലെ ബാങ്കാണ്. 15 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം, 40 ലക്ഷം ഒക്കെ ബാങ്കിൽ ഉടമസ്ഥരെ അറിയാൻ വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇതെല്ലാം ഉടമസ്ഥരെ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും അവരോട് ഇത് വാങ്ങിക്കാൻ പറയണം. ഉടമസ്ഥരൊക്കെ പലരും മരിച്ചുപോയി. അവരുടെ പിന്തുടർച്ച അവകാശികൾ ഇതുപോലെ ന്യൂസിലൻഡ്, ജർമ്മനി,
അമേരിക്ക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുകയാണ്. അവരുടെയൊക്കെ വേറെ ബോർഡ്സ് അന്വേഷിച്ച് അവരോട് നാട്ടിലിങ്ങനെ കുറച്ച് പൈസ ഉണ്ട്, ബേസിക് ഡോക്യുമെന്റേഷൻ ചെയ്യണം, അത് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ 90 ലക്ഷം രൂപ വരെ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ കാഴ്ചപ്പാടിലെ വ്യത്യാസങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ സമൂഹത്തിന് വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ കഴിയും, എനിക്കറിയില്ല. നമ്മളെല്ലാവരും കൂട്ടമായിട്ട് ഒരു ക്രിസ്തീയ സമൂഹം എന്ന നിലയിൽ നമ്മളെല്ലാവരും കൂലങ്കഷമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം നാളെ ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ വസ്തുവിൻ്റെയൊക്കെ വില തീരെ പോയി. നാളെ ഒരു സുപ്രഭാതത്തിൽ കിട്ടുന്ന വിലയ്ക്ക് ഈ വസ്തുവകകൾ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് സുഖസൗകര്യങ്ങൾക്കായിട്ട് ചേക്കേറിയ തലമുറ ഈ നാട്ടിലെ വസ്തുവകകൾ ഉപേക്ഷിക്കുന്ന ഒരു കാലമുണ്ടാകും. ആ കാലത്തെ വളരെയധികം അടുത്ത് നമ്മൾ കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ ഇതോടുകൂടി ഉൾക്കൊള്ളണം. അപ്പോൾ ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് തന്നെ വരാം. ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925 അതനുസരിച്ചാണ് നമ്മൾ വിൽപത്രങ്ങൾ തയ്യാറാക്കുന്നത്. അതനുസരിച്ച് ഇതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ബാധകമല്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏത് വിൽപത്രത്തെ സംബന്ധിച്ചും നിങ്ങളത് തയ്യാറാക്കുമ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, ഏത് വിൽപത്രവും ഏറ്റവും കുറഞ്ഞത് 2 സാക്ഷികളെങ്കിലും കാണുകയും ഒപ്പിടുകയും ചെയ്യണം. അല്ലെങ്കിൽ ആ വിൽപത്രം നൾ ആൻഡ് വോയിഡ് ആയിപ്പോകും. സാക്ഷികളില്ലാത്ത വിൽപത്രത്തിന് നിലനിൽപ്പില്ല. രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രത്തിന്റെ കാര്യമാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത്. കാരണം രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ നിബന്ധനകളെല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് രജിസ്ട്രാർ നോക്കും. അതാണ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ഗുണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത ഒരു വിൽപത്രം നമ്മുടെ കയ്യിലിരിക്കുകയും അതിൽ സാക്ഷികളില്ലാതാകുകയും ചെയ്താൽ ആ വിൽപത്രത്തിന് പേപ്പറിന്റെ വില പോലും കിട്ടുകയില്ല. അതുപോലെ തന്നെ പ്രധാനമാണ് വിൽപത്രത്തിന്റെ ഡേറ്റ്. വിൽപത്രം ഏത് സ്ഥലത്ത് ഏത് തീയതിയിൽ എത്ര മണിക്ക് ഒപ്പുവെച്ചു എന്നുള്ളത് വ്യക്തമായി രേഖപ്പെടുത്തിയില്ലെങ്കിൽ വിൽപത്രത്തിന്റെ മൂല്യം ഇല്ലാതായി പോകും. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ വിൽപത്രങ്ങൾ തയ്യാറാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം. മുമ്പേ കുരുവിള ഇവിടെ സൂചിപ്പിച്ചതുപോലെ അന്ധനോ ബധിരനോ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കോ ഒന്നും വിൽപത്രം ഉണ്ടാക്കുന്നതിന് യാതൊരു തരത്തിലുള്ള നിയമ തടസ്സങ്ങളുമില്ല. വിൽപത്രം ഉണ്ടാക്കുന്ന സമയത്ത് ആളിന് സെൻസ് ഉണ്ടായിരിക്കണം. ഒന്നുമല്ലെങ്കിൽ വിൽപത്രത്തിൽ പറയുന്ന ആളുകളെ തിരിച്ചറിയാൻ പറ്റണം, പറയുന്ന സ്വത്തുക്കളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, വരുന്നത് രജിസ്ട്രാറാണെന്ന് തിരിച്ചറിയാൻ രജിസ്ട്രാർ എടുത്ത് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിൽപത്രത്തിൽ ഒപ്പിടുന്ന സാക്ഷികളെ തിരിച്ചറിയാൻ പറ്റണം. അപ്പോൾ അത്രയും സെൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ വിൽപത്രങ്ങൾ ചെയ്യുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും വിൽപത്രം ആരെങ്കിലും ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ആരോഗ്യത്തിലും നല്ല ചിന്തയിലും നല്ല ക്ലാരിറ്റി ഓഫ് മൈൻഡിലും ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വിൽപത്രങ്ങൾ തയ്യാറാക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയും നമ്മൾ അതിനുള്ള ആ ശ്രമങ്ങളുടെ ഭാഗമായി വിൽപത്രത്തെ കാണുകയും ചെയ്യണം. വിൽപത്രം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അപകടമല്ല. നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധികളും വൈതരണികളും ഉണ്ടാകാതെ, നമ്മുടെ തലമുറയ്ക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിക്കാതെ, അവർ നിരന്തരമായ വ്യവഹാരങ്ങളിൽ ഇടപെട്ട് കഷ്ടപ്പെടാതെ അവരെ സഹായിക്കുവാനായിട്ട് വിൽപത്രം സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയുവാനുള്ളത്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് മറുപടി പറയുന്നതാണ്. ഇവിടെ കേൾവിക്കാരുടെ ഇനി നിങ്ങൾക്കുള്ള സമയമാണ്.
ലാലച്ചൻ വളരെ നല്ല രീതിയിൽ വിഷയം അവതരിപ്പിച്ചു. അതിൻ്റെ പ്രായോഗിക വശങ്ങളെപ്പറ്റി, വിൽപത്രം ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി, മാറിയ ലോക സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ ഒക്കെ സാമൂഹിക സാഹചര്യങ്ങളും വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ആവശ്യകത എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ തൊഴിൽ രംഗത്ത് അദ്ദേഹം നിരീക്ഷിച്ച കാര്യങ്ങളെ മുൻനിർത്തി നമ്മളോട് സംസാരിച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി സംയുക്തമായി തയ്യാറാക്കാൻ പറ്റുമോ? സംയുക്തമായിട്ട് തയ്യാറാക്കാൻ പറ്റും, പക്ഷേ രണ്ടുപേർക്കും കൂടെ സ്വത്ത് സംയുക്തമായിട്ട് ഉണ്ടായിരിക്കണം. നമ്മൾ സ്വത്താണല്ലോ ഇതിനകത്ത് വിൽപത്രത്തിൽ നമ്മൾ മാറ്റിവെക്കുന്നത്. അപ്പൊ അതിന് സംയുക്തമായിട്ട് തയ്യാറാക്കുന്നതിന് ഒരു തരത്തിലുള്ള തടസ്സവുമില്ല. അതില് മുമ്പേ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, എപ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടത്, ലൈഫ് ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു കാര്യം, സർവൈവ് ചെയ്യുന്ന ആളിന് ഈ പ്രോപ്പർട്ടിയിലുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ട് വേണം വിൽപത്രം ചെയ്യാൻ. അതില്ലാതെ വരുമ്പോൾ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന്റെ മുമ്പിൽ ഇപ്പോൾ വരുന്നത് പോലുള്ള കേസുകൾ കുന്നുകണക്കിന് നിരന്തരമായിട്ട് പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിൽപത്രത്തിനകത്ത് നമ്മുടെ ഒരു ലൈഫ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് ഏറ്റവും അത്യാവശ്യമാണ്. ആരാദ്യം മരിക്കുന്നു, ഒരാൾ മരിച്ചാൽ മറ്റേ ആളിന് ലൈഫ് ഇൻട്രസ്റ്റ്, അത് വ്യക്തമായിട്ട് അതിൽ സൂചിപ്പിച്ചിരിക്കണം. അതുകൊണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും സംയുക്തമായിട്ട് തയ്യാറാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇടയ്ക്ക് ഒന്ന് കയറിക്കോട്ടെ. അടുത്ത വെബിനാറിനെ കുറിച്ചൊരു അനൗൺസ്മെന്റ് നടത്താനായിട്ടുണ്ട്. നമ്മുടെ അടുത്ത വെബിനാർ സാധാരണ പോലെ, പതിവ് പോലെ ലൈവ് വെബിനാർ, അതായത് 242ാമത് വെബിനാർ അടുത്ത ശനിയാഴ്ച രാത്രി 8:30 തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. വെബിനാറിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊക്കെ പിന്നാലെ അറിയിക്കുന്നതാണ്. ആ വെബിനാറിൽ ഇതേ പാസ്വേഡിലും ഇതേ ലിങ്കിലും പ്രവേശിക്കാവുന്നതാണ്. അടുത്ത വെബിനാറിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇത്രയാണ് അനൗൺസ്മെന്റ് നടത്താനുള്ളത്. ഇനിയും ചോദ്യങ്ങളും മറ്റും ചോദിക്കാം. സാറേ, ഒരു ക്വസ്റ്റ്യൻ ഉള്ളതേ, ഈ നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നില്ല, നമ്മൾ തന്നെ എഴുതി 2 വിറ്റ്നസിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. ഈ ഒറിജിനൽ ഒപ്പിട്ട ബില്ല് ആരുടെ കയ്യിലാണ് ഇരിക്കേണ്ടത്? അതെങ്ങനെ, ഇപ്പൊ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അതെങ്ങനെ എൻഷുർ ചെയ്യാം? അത് ബെനിഫിഷ്യറീസിന് കോപ്പി എടുത്ത് കൊടുക്കുവാണോ, അതോ എങ്ങനെ അതിന്റെ ഒരു പ്രൊസീജിയർ? ബില്ലെന്ന് പറയുന്നത് ഒരു കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ് ആണ്. ആള് മരിക്കുന്നത് വരെ നമ്മൾ ഈ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ സർട്ടിഫൈഡ് കോപ്പി കിട്ടുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നമുക്ക് ഏത് ഡോക്യുമെന്റിന്റെയും എല്ലാ ഡോക്യുമെന്റുകളും പബ്ലിക് ഡൊമൈനിലാണ്. പ്രത്യേകിച്ച് ബുക്ക് 1 വരുന്ന എല്ലാ ഡോക്യുമെന്റുകളും പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. അപ്പൊ അതിന് നമ്മളൊരു നിശ്ചിത ഫീസ് കെട്ടിവെച്ചാൽ എത്ര വർഷം പഴക്കമുള്ള ഡോക്യുമെന്റിന്റെയും സർട്ടിഫൈഡ് കോപ്പി നമുക്ക് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് കിട്ടും. അത് ഒറിജിനലിന് തുല്യമാണ്. പക്ഷേ വിൽപത്രത്തിന്റെ കോപ്പി മാത്രം സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് കിട്ടത്തില്ല, രജിസ്റ്റർ ചെയ്തതാണെങ്കിലും. കാരണം will deed is a confidential document until the death of the executor, the testator. ടെസ്റ്റേറ്റർ മരിക്കുന്നത് വരെ ഇത് കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ് ആണ്. അതിനുശേഷമേ ഇത് പബ്ലിക് ഡൊമൈനിൽ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഡോക്യുമെന്റ് അതിന്റെ കൺസേൺഡ് ആളുകൾക്ക് കൊടുക്കുകയല്ല, അത് ലോക്കറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലോക്കറിൽ സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഈ വിൽപത്രത്തിൽ തന്നെ ഇതിനൊരു എക്സിക്യൂട്ടറെ നിയമിക്കാവുന്നതാണ്. എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇത് നടപ്പാക്കി എടുക്കുന്നതിന് ഒന്നുകിൽ ഭാര്യയുടെ സഹോദരനോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ സഹോദരനോ ആരെങ്കിലും ഒരാളെ എക്സിക്യൂട്ടറായിട്ട് നിയമിക്കുകയും അദ്ദേഹം ഇതിന്റെ ബാക്കി ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യും, രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രമാണെങ്കിൽ. അല്ലാതെ ഇത് ആ കക്ഷികളുടെ കയ്യിൽ കൊടുക്കുന്നത് ഒരിക്കലും ശരിയാവുകയില്ല. അങ്ങനല്ല അത് സാറിന് ചെയ്യാറുള്ളത്. ഇതെവിടെ വെച്ചേക്കുന്നതെന്ന് എക്സിക്യൂട്ടറിന്റെ അടുത്ത് പറഞ്ഞിരിക്കണം നേരത്തെ. അതെ, എക്സിക്യൂട്ടറോട് പറയണം, ഇന്നടുത്ത് ഞാനിത് വെച്ചിട്ടുണ്ട്, എൻ്റെ വിൽപത്രമാണ്, അത് ഇഞ്ഞന്റെ മരണശേഷം ഇത് അതൊന്ന് കൈകാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടർക്ക് അതിൻ്റെതായ ചുമതലകൾ വരും, ഇദ്ദേഹത്തിന് അത് ചെയ്യാം. സാറേ, ഹാൻഡ് റൈസ് ചെയ്യുന്നതനുസരിച്ച് നമുക്കിനിയും ആൾക്കാരെ വിളിക്കാം. ഇപ്പൊ ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സാറിന് സംസാരിക്കാം. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പി ലാലച്ചൻ സാറ് വളരെ സമഗ്രമായിട്ട് വിഷയം അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും നല്ല ഒത്തിരി പുതിയ അറിവുകൾ കിട്ടി.
വളരെ സന്തോഷമുണ്ട്. എന്നാൽ അതിനോടനുബന്ധിച്ച് രണ്ട് മൂന്ന് സംശയങ്ങളുള്ളത് ചോദിച്ചു കൊള്ളട്ടെ. ഇടയ്ക്ക് ലാലച്ചൻ സാർ ഒരു ഫ്ലാറ്റിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. അമ്മാമ്മയും അച്ചായനും ജോയിന്റ് ആയിട്ട് മേടിച്ച ഫ്ലാറ്റിൽ അച്ചായൻ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവകാശത്തെ പറ്റി. അപ്പം എൻ്റെ ഒരു സംശയമാണ്, എനിക്ക് എൻ്റെ ലീഗൽ പോയിന്റ് അറിയാൻ മേലാത്തതുകൊണ്ട്, ഈ അമ്മാമ്മയും അച്ചായനും കൂടെ ഒരു ഫ്ലാറ്റ് മേടിക്കുമ്പോൾ അവർക്ക് 50-50 റൈറ്റ് ഇല്ലേ? അപ്പം അങ്ങനെ ആവുമ്പോൾ അച്ചായൻ മരിച്ചു കഴിഞ്ഞാൽ സാറ് പറഞ്ഞ 1/3 അവകാശമേ ഉള്ളൂ എന്നുള്ളൊരു പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതല്ല 50% ന്യായമായിട്ട് അർഹതപ്പെട്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അതെങ്ങനെയാണ് ഈ 1/3 മാറിയത് എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കി തന്നാൽ നല്ലതായിരുന്നു. ഇനി രണ്ടാമത്തെ ഒരു സംശയമുള്ളത്, ഈ വില്ല് തയ്യാറാക്കുന്ന വ്യക്തി സാക്ഷികളെ തിരിച്ചറിയുന്ന സമയത്തായിരിക്കണം വില്ല് തയ്യാറാക്കേണ്ടത്, അല്ലെ രജിസ്ട്രാറിനെയൊക്കെ തിരിച്ചറിയാനുള്ള സെൻസ് ഉണ്ടായിരുന്ന സമയത്തായിരിക്കണമെന്ന് അത് വളരെ വ്യക്തമാണ്. എന്നാൽ അതിനകത്ത് ഇപ്പൊ ഒരു മകനോ അല്ലെ മകളോ ഈ ഫാദറിന്റെ കൂടെ താമസിച്ചിട്ട് അദ്ദേഹത്തിന് ഓർമ്മശക്തി എല്ലാം നഷ്ടപ്പെട്ട സമയത്ത് 2 സാക്ഷികളെ ചട്ടപ്പെടുത്തി ഈ ഒരു വില്ലുണ്ടാക്കിയിട്ട് ഇദ്ദേഹത്തിന്റെ ഫിംഗർ പ്രിന്റ് അതിനകത്ത് എടുത്താല് ആ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ഈ സംഭവം പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴേ ഇത് ഓർമ്മയില്ലാത്തപ്പോഴോ അല്ലെ സെൻസ് ഇല്ലാത്തപ്പോഴോ ആണ് ഇത് ഉണ്ടാക്കിയതെന്ന് തെളിയിക്കാൻ പറ്റുമോ, അതോ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ സംശയം. മൂന്നാമത്തെ ഒരു സംശയം, ഇപ്പം വില്ലുണ്ടാക്കുന്ന സമയത്ത് ഈ പ്രായമൊക്കെ ആകുമ്പോഴാണല്ലോ വില്ലുണ്ടാക്കുന്നത്. ആ സമയത്ത് ഏതെങ്കിലും പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഈ വില്ലിൽ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയാൽ ആ പ്രോപ്പർട്ടിയുടെ ഡിസ്ട്രിബ്യൂഷൻ, അതിപ്പം ഒരു വീട്ടിൽ 3 മക്കളുള്ള ഒരു വീട്ടില് ഒരു 5-6 പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. വില്ല് എഴുതിയതിനകത്ത് 2 പ്രോപ്പർട്ടി വിട്ടുപോയി, ലാൻഡ്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും ആ വിഷയം പിന്നെ ഡിസ്ട്രിബ്യൂട്ടോ അല്ലെ സോൾവോ ചെയ്യേണ്ടത്? ഈ 3 ക്വസ്റ്റ്യനാണ് എനിക്കുള്ളത്. മൂന്നാമത്തെ ചോദ്യത്തിൽ തുടങ്ങാം. സക്സഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പാണ്. അതൊന്ന് ടെസ്റ്റമെന്ററി സക്സഷൻ, രണ്ടാമത്തേത് ഇൻഡസ്റ്റേറ്റ് സക്സഷൻ. ടെസ്റ്റമെന്ററി സക്സഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വില്ല് എഴുതി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഇന്നതൊക്കെ ഇന്നാർക്ക് പോവും, ഇന്നടത്തുള്ള ഫാക്ടറി വിൽസൺ കരിമ്പന്നൂരിന് പോവും, ബാക്കിയുള്ള ട്രാൻസ്പോർട്ട് ബസ് ഇന്നാർക്ക് പോവും എന്നെല്ലാം വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്ന രീതിയിലുള്ള ടെസ്റ്റമെന്ററി സക്സഷൻ. രണ്ടാമത്തെ സക്സഷൻ നമ്മൾ ഇത് എഴുതാത്ത സക്സഷനാണ്. അപ്പം ആകെ 11 പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ഒരെണ്ണം അപ്പച്ചനങ്ങ് മറന്നുപോയി, 10 എണ്ണം മെൻഷൻ ചെയ്യുകയും വിൽപത്രത്തിൽ മെൻഷൻ ചെയ്യുകയും 11ാമത്തെ വിട്ടുപോവുകയും ചെയ്താൽ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ടെസ്റ്റമെന്ററിയും ഇൻഡസ്റ്റേറ്റുമായിട്ട് മാറും സക്സഷൻ. അപ്പൊ ഈ 10 എണ്ണം ടെസ്റ്റമെന്ററി ആയിട്ട് പോകും, വിൽപത്രം അനുസരിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യാം. 11ാമത്തേത് നമ്മൾ സാധാരണ രീതിയിൽ വിൽപത്രം ഇല്ലാതെ ഒരാൾ മരിച്ചാൽ എങ്ങനെയാണോ ആ നിലയിലേക്ക് പോകും. അപ്പോൾ ഭാര്യ ജീവനോടെ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് 1/3, ബാക്കിയുള്ള മക്കൾക്കെല്ലാം കൂടെ 2/3. അത് ഡിവൈഡ് ചെയ്യണം, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇനിയും മക്കൾ ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ അതനുസരിച്ച് മാറ്റം വരും, അല്ലെങ്കിൽ മക്കൾ മരിച്ചു പോകും, അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ട്, അതിനനുസരിച്ച് മാറ്റം വരും. സാധാരണ രീതിയിൽ ഇങ്ങനെ. അപ്പം വ്യക്തമാക്കിയിട്ടുള്ളതെല്ലാം ടെസ്റ്റമെന്ററിയും അല്ലാത്തത് ഇൻഡസ്റ്റേറ്റുമായിട്ട് മാറും. രണ്ടാമത്തേത് സെൻസ് ഇല്ലാത്ത ഒരാളിനെ കൊണ്ട് വിരൽ പതിപ്പിച്ചോ ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വിൽപത്രത്തെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാനും കോടതിയുടെ മുമ്പിൽ അതിൻ്റെ വസ്തുതകൾ നിരത്തി അനുകൂലമായ വിധി സമ്പാദിക്കാനും നമുക്ക് കഴിയും. പല കേസുകളിലും ഈ വിറ്റ്നസിനെ കോടതിയിൽ വിളിച്ചു വരുത്തി അവരോട് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ കോടതി നേരിട്ട് കേൾക്കും. അപ്പോൾ ഇതിൽ കള്ളം പറയാനൊന്നും പറ്റുകയില്ല. കള്ളമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതി തിരിച്ചും മറിച്ചുമൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളെ വക്കീലന്മാർ വരുമ്പോഴും അവർ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കുമ്പോൾ ഈ കള്ളമൊക്കെ ഉരിഞ്ഞു വീഴും. അപ്പോൾ അതാണ് അതിനുള്ള റൈറ്റ്. മുമ്പേ ചോദിച്ച ഫ്ലാറ്റിൻ്റെ കാര്യം, ഈ ഫ്ലാറ്റ് വാങ്ങിച്ചപ്പോൾ 50% പൈസ അച്ചായനും 50% പൈസ അമ്മാമ്മയും കൊടുത്തു.
ഇനി കൊടുത്തില്ലെങ്കിലും രണ്ടുപേരുടെയും കൂടെ പേരിലായതുകൊണ്ട് രണ്ടുപേർക്കും തുല്യാവകാശം. ഈ തുല്യാവകാശം അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമുണ്ട്. അച്ചായനോ അമ്മാമയോ മരിക്കുമ്പോൾ അവർക്ക് അനന്തരാവകാശികളുണ്ട്. അപ്പോൾ ഇന്ത്യൻ സക്സഷൻ ആക്ട് അനുസരിച്ച് ഈ സ്വത്തുക്കൾ അനന്തരാവകാശികൾക്ക് വീതിക്കണം. അപ്പോൾ അമ്മാമ ജീവിച്ചിരിക്കുന്നു, അച്ചായൻ മരിച്ചു, ഓട്ടോമാറ്റിക്കായിട്ട് അമ്മാമ 50% പ്ലസ് 1/3 ഓഫ് ദി അതർ 50% അതിൻ്റെ ഉടമസ്ഥയായിട്ട് മാറും. അപ്പം ഏകദേശം 2 മക്കളും ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ മക്കൾക്ക് 3 അവർക്ക് തുല്യമായിട്ട് 2/3. അപ്പം 65% ഉടമസ്ഥയായിട്ട് അമ്മാമ മാറും. ബാക്കി വരുന്ന 35% 2 മക്കൾക്കും വരും. അപ്പോൾ ക്രയവിക്രയം ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അമ്മാമയ്ക്ക് തന്നെ ഇത് എഴുതി കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് നമ്മുടെ നിയമം. അതുകൊണ്ടാണ് ആ 50% ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് വന്ന് മെർജ് ആവില്ല. അത് പിന്തുടർച്ചാവകാശത്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലേ വരുള്ളൂ. നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു തെറ്റായത്. ഇങ്ങനെ പറ്റിയ അബദ്ധത്തിൽ പോയി ചാടിയ ആളുകൾ ഒത്തിരി പേരുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നേരത്തെ പറഞ്ഞ സമയത്ത് അമ്മാമയ്ക്ക് 1/3 കിട്ടുള്ളൂ എന്നൊരു ധാരണ വന്നായിരുന്നു. കാര്യം അമ്മാമയുടെ 50% കഴിഞ്ഞിട്ട് 1/3 കിട്ടുമല്ലോ. അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഒരു ലിങ്ക് മിസ്സായതായിരിക്കും. താങ്ക് യു വെരി മച്ച്. കുരുവിള വർഗീസ് സാറ് ഇനി പേര് വിളിക്കുമോ അതോ ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നവരുടെ അതോ? ബെന്നി സാർ അങ്ങ് വിളിച്ചാൽ മതിയേ. ഓക്കെ ഓക്കെ. അടുത്തായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് KA ചെറിയാൻ സാറ് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സാറിനും അത് ഹാൻഡ് റൈസ് ചെയ്ത് അങ്ങ് വായിക്കാവുന്നതാണ്. ബിജു എബ്രഹാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ബിജു എബ്രഹാമിന് ഇപ്പം ചോദിക്കാം. സാറേ, എന്റെ ചോദ്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം മറ്റ് രാജ്യങ്ങളിൽ സിറ്റിസൺഷിപ്പ് എടുക്കുന്നവര് നാട്ടിലുള്ള പ്രോപ്പർട്ടി ബിൽ എഴുതുമ്പോൾ എന്തെങ്കിലും നാട്ടിലെ നിയമഗതികളെ പാലിക്കേണ്ടതുണ്ടോ? അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. മറ്റ് രാജ്യങ്ങളിലെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നത് കൊണ്ട് അപ്പനും മക്കളും എന്നുള്ള ബന്ധം ഇല്ലാതാവുന്നില്ല. ഏത് രാജ്യത്തെ ഏത് സിറ്റിസൺ ആയാലും ഇത് അപ്പൻ്റെ മക്കൾ തന്നെ ആയിരിക്കും. അവർക്ക് അപ്പൻ്റെ സ്വത്തിലുള്ള അവകാശം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ആ സ്വത്ത് ഇവിടെ ക്രയവിക്രയം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അങ്ങനെയുള്ളവർക്ക് അഗ്രികൾച്ചർ ലാൻഡ് അവർക്ക് എടുക്കാൻ പറ്റില്ല. അത് അവർക്ക് പിന്തുടർച്ചാവകാശമായിട്ട് കിട്ടില്ല. അല്ലാത്ത ഭൂമി അവർക്ക് പിന്തുടർച്ചാവകാശമായിട്ട് ലഭിക്കുകയും അവരത് വിൽക്കുകയാണെങ്കിൽ 30% TDS കൊടുത്തിട്ട് ബാക്കിയുള്ള പ്രൊസീഡ്സ് അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ TDSന്റെ കാലാകാലങ്ങളിൽ ഇപ്പോൾ 30% ആണ്. TDSന് അതായത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് കാലാകാലങ്ങളിൽ TDSന് കേന്ദ്ര ഗവൺമെന്റ് വരുത്തുന്ന മാറ്റം അനുസരിച്ച് അതിന്റെ പ്രൊസീഡ്സ് അവർക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷേ അവരുടെ അവകാശം ഒരിക്കലും ഹനിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഒരാൾ അമേരിക്കൻ സിറ്റിസൺ ആയി പോയതുകൊണ്ട് നാളെ തൊട്ട് നമ്മൾ 2 പേരെ ഉള്ളല്ലോ എന്നാരും വിചാരിക്കേണ്ട. മറ്റേയാൾ അവിടെ തന്നെ ഉണ്ട്, എങ്ങും പോകുന്നില്ല. KA ചെറിയാൻ സാർ റെഡിയാണോ? സാറ് ചാറ്റിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ഞാൻ ചോദിച്ചത്, ഒരാൾ ബില്ല് എഴുതുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഏജിൽ ഇപ്പോൾ ഒരു 60 years ആകുമ്പോൾ ബില്ല് എഴുതി ഒരു 2 വർഷം കഴിഞ്ഞിട്ട് കുറച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റ് നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിന്റെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ്, അതായത് ഒരു 65 year ആകുമ്പോൾ ആൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഡിപ്പോസിറ്റിന് എന്തായിരിക്കും എഫക്റ്റ് വരുന്നത്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഞാൻ ചോദിച്ചത്, ഈ വിറ്റ്നസ്, നമ്മൾ 2 വിറ്റ്നസ് വേണമെന്ന് പറഞ്ഞു. ഞാനത് അതിന്റെ 1 by 1 ആയിട്ട് ഞാൻ പറയാം. ഓക്കെ. Witness, is there any implication if the 2 witnesses ഡേ ബിഫോർ, അതായത് ഈ നമ്മളിപ്പം ഒരു വില്ല് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ വിറ്റ്നസ് മരിച്ചു പോയി, മനസ്സിലായി? പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് കോടതികളിൽ ഇത് ചോദ്യം ചെയ്യുന്ന സമയം വന്നപ്പോൾ ഇവരുടെ മക്കളെ വിസ്തരിച്ച സംഭവങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ചെങ്ങന്നൂരുള്ള ഒരു കേസിനകത്ത് ഇങ്ങനെ ഒരു സംഭവം വന്നു. അപ്പം അതിലൊരു വക്കീൽ പറഞ്ഞു, ഈ വിറ്റ്നസ് ആയിട്ട് ഒപ്പിട്ടേക്കുന്ന ആള് മുളക്കഴ ഇരുന്ന ആളാ. ആ മുളക്കഴയിൽ നിന്ന് ഇയാൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് കീഴ്ച്ചേരിമേലി വന്ന് ഒപ്പിടാനായിട്ട് ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ വിറ്റ്നസിന്റെ മക്കളെ കൊണ്ടുവരാൻ പറഞ്ഞു. അതിൽ മക്കളിൽ ഒരുത്തം വന്നിട്ട് പറഞ്ഞു, ഞാൻ അകത്തോട്ട് കയറിയില്ല, അപ്പച്ചനകത്ത് കയറി
ഒപ്പിട്ടിട്ട് ഇറങ്ങി വരുന്നതും ഞാൻ കണ്ടു. ഒപ്പിടാനാണ് പോയതെന്ന് എന്നോട് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞ് കോടതി അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ അതിന്റെ അടുത്ത തലമുറയെ വിസ്തരിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ മരിച്ചു പോയതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അന്നേരത്തെ കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അതിൽ തീരുമാനമെടുക്കും. വിറ്റ്നസിന്റെ മക്കളെ വിളിക്കും. അതെ അതെ, ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. അതിലിപ്പോ വിറ്റ്നസിന്റെ മക്കളിപ്പം കൂടെ കാണണമെന്ന് നിർബന്ധമില്ലല്ലോ, നമ്മൾ അതാണ് ചോദിച്ചതിന്. കാരണം പിന്നെ അടുത്ത ചോദ്യം ഓക്കെ, ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ അല്ലേ? അതെ. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ വിൽപത്രത്തിൽ ഉൾപ്പെടാത്ത എല്ലാം മറ്റേ രീതിയിലെ ഇൻഡസ്ട്രേറ്റ് സക്സഷന്റെ രീതിയിലേ വരത്തുള്ളൂ. അല്ല, നമുക്ക് ജനറൽ ആയിട്ട് ഒരു ഇത് സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് എഴുതാൻ പറ്റുമോ? എന്റെ ഇനി ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന ഡിപ്പോസിറ്റും ഇന്ന ആളിനെ പറ്റി അങ്ങനെ ഒരിക്കലും വേഗമായിട്ടുള്ള ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ഒരു കാരണവശാലും നമ്മൾ വിൽപത്രത്തിനകത്ത് കൊടുക്കരുത്. അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടത് എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഇന്ന ബാങ്ക് അക്കൗണ്ടുകളുണ്ട്, ഇന്ന ബാങ്കുകളിലുള്ള അക്കൗണ്ടുകളിൽ അവശേഷിക്കുന്ന തുക തുല്യമായി വീതിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യം വരുമ്പോൾ അത് മറ്റേ രീതി ഇൻഡസ്ട്രേറ്റ് ആയിട്ടേ വരത്തുള്ളൂ. അല്ല, ഇത് പറയാൻ പറ്റാത്ത കാര്യം ഇപ്പൊ നമ്മൾ ഇടുന്ന ഡിപ്പോസിറ്റിന്റെ വാല്യൂ ഫ്യൂച്ചർ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് പറയാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ടാ ചോദിച്ചത്. അത് ശരിയാ, കാര്യം മനസ്സിലായി. അങ്ങനെ അത് ചെയ്യത്തുള്ളൂ. ഈ വിൽപത്രം പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ നേരത്തെ ഈ വിൽപത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പം വിൽപത്രം നമുക്ക് സാധാരണ രീതിയിൽ രജിസ്റ്റർ ചെയ്തൊരു വിൽപത്രമാണെങ്കിൽ നേരെ കൊണ്ടുപോയി പേരിക്കൂട്ടാം. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഒരു പ്രൊവേഷന്റെ ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. അടുത്തതായിട്ട് ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നത് തോമസ് വർഗീസ് സാറാണ്. തോമസ് വർഗീസ് സാറിന് ഇപ്പോൾ സംസാരിക്കാം. സാറേ, എൻ്റെ ചോദ്യം, ഞാൻ ബറോഡയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്, ഗുജറാത്തിൽ. എനിക്ക് ഗുജറാത്തിലും കേരളത്തിലും പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ അതിന്റെ ബില്ല് എഴുതുമ്പം ഒരേ ബില്ലിൽ തന്നെയാണോ ഈ രണ്ട് പ്രോപ്പർട്ടിയെ പറ്റിയുള്ള പരാമർശം ഉണ്ടാകേണ്ടത്, അതോ അത് രണ്ട് ബില്ലുകൾ സെപ്പറേറ്റ് ആയിട്ടാണോ ഉണ്ടാക്കേണ്ടത്? അതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സാറ് മുമ്പേ രണ്ട് ചോദ്യങ്ങളിൽ വന്ന മറുപടി വന്നിട്ടുണ്ട്. എന്നാലും എനിക്കത് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. കാരണം എൻ്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രോപ്പർട്ടി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് ഒരു നിബന്ധനയുണ്ടോ? അഥവാ ഈക്വൽ ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്തത് ചോദ്യം ചെയ്യപ്പെടുമോ? അത് ഒന്ന് ക്ലിയർ ആക്കി തരണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രോപ്പർട്ടി ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നല്ല, പ്രോപ്പർട്ടി കൊടുക്കണമെന്ന് തന്നെ നിബന്ധനയില്ല. ഒന്നും കൊടുത്തില്ലെങ്കിലും ചോദ്യം ചെയ്യാനില്ല. നമ്മുടെ താല്പര്യം അനുസരിച്ച് കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. പക്ഷേ ഇൻഡസ്ട്രേറ്റ് ആണെങ്കിൽ അതല്ല സ്ഥിതി. ടെസ്റ്റമെന്റേറ്ററി ആണെങ്കിൽ നമ്മൾ ബില്ലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇൻഡസ്ട്രേറ്റ് ആണെങ്കിൽ മരിക്കുന്ന നിമിഷം അനന്തരാവകാശികളായിട്ട് അവർ മാറുകയും ഇന്ത്യൻ സക്സഷൻ ആക്ടിലെ റെലവൻറ്റ് പ്രൊവിഷൻ അനുസരിച്ച് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. അത് ബില്ല് എഴുതാത്ത സ്ഥിതിയിലും അത് അങ്ങനെയല്ലേ? അതങ്ങനെ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ബറോഡയിൽ പ്രോപ്പർട്ടി ഉണ്ട്, ഇവിടെ ഉണ്ട്, വേറെ വേറെ ബില്ലുകൾ വേണോ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം ഒരു നിയമത്തിന്റെ കീഴിലാണ് ഈ ബില്ല് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ട്രാൻസ്ലേഷനും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബില്ല് നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്യണം. അല്ലെങ്കിൽ മലയാളത്തിന്റെ സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻ ഹാജരാക്കാനൊക്കെ പറയും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടായി പോകും, പ്രത്യേകിച്ച് സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി നമുക്ക് പ്രത്യേകിച്ച് മറ്റുള്ള ഇന്റർനാഷണൽ സിറ്റികളിലോ അല്ലെങ്കിൽ നമ്മുടെ മെട്രോകളിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ അത് വ്യക്തമായിട്ട് ഇംഗ്ലീഷിൽ തന്നെ തയ്യാറാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. താങ്ക് യു വെരി മച്ച്. മുമ്പേ ചോദിച്ചു പ്രൊവൈഡ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്ന അത് ബില്ലിന്റെ നടപടിക്രമം എല്ലാം തുല്യമാണ്, അതല്ലേ? വേറെ ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നതാണ്. അതെ, ഓക്കെ. അത് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഇത് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പൊ ആവശ്യമില്ല. അത് ആ പ്രൊവേഷൻ നമ്മൾ അവസാനിപ്പിച്ചു. ഇപ്പൊ ഒരു ബില്ലും പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അതിനകത്ത് ചോദിച്ചേക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും എല്ലാ മതക്കാർക്കും ഇതാണോ ബാധകം എന്നൂടെ ചോദിച്ചിട്ടുണ്ട്. അല്ല, എല്ലാ മതക്കാർക്കും ഇതല്ല ബാധകം. നമുക്ക് ഇന്ത്യൻ സക്സഷൻ ആക്ട് ആണ് ക്രിസ്ത്യൻസിന് ബാധകം. ഹിന്ദു മതത്തിന് 1956 ഹിന്ദു സക്സഷൻ ആക്ട് ആണ് ബാധകം. മറ്റ് മുസ്ലിങ്ങൾക്ക് ശരിയാ നിയമമാണ് ബാധകം. അവർക്ക് 1/3 പ്രോപ്പർട്ടി മാത്രമേ ബില്ല് വഴി എലിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
2/3 പ്രോപ്പർട്ടി ശരിയാ നിയമം അനുസരിച്ച് വിതരണം ചെയ്യണം. അപ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തതയുണ്ട്, ഓരോ മതത്തിന്റെ അനുസരിച്ച് വ്യത്യസ്തതയുണ്ട്. പക്ഷേ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം കഴിച്ചിട്ടുള്ളവർക്കെല്ലാം നമ്മുടെ ഇന്ത്യൻ സക്സഷൻ ആക്ട് അനുസരിച്ചാണ് ഇൻഹെറിറ്റൻസും അവരുടെ സക്സഷനും തീരുമാനിക്കുന്നത്, സ്പെഷ്യൽ മാരേജസ് ആക്ട് അനുസരിച്ച്. അതേസമയം ക്രിസ്ത്യൻ നിയമം, ഹിന്ദു നിയമം, ഇസ്ലാമിക് ലോ ഇതനുസരിച്ച് ചെയ്തവർക്ക് വ്യത്യസ്തമാണ്. രജിസ്റ്ററുടെ അടുത്ത് പോയി നോട്ടീസ് കൊടുത്തിട്ട് കല്യാണം കഴിക്കുന്നത്, അല്ലെ എംബസിയിൽ പോയി കല്യാണം കഴിക്കുന്നത്. അടുത്തായി ഷിബു സക്കറിയ തോമസ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സാറിന് സംസാരിക്കാം. ഷിബു സക്കറിയ തോമസ്. ഗുഡ് ഈവനിങ്. എൻ്റെ ക്വസ്റ്റ്യൻ കെ എ ചെറിയാൻ സാറ് ചോദിച്ച ഒരു ചോദ്യത്തിൽ ഉള്ളതാണ്. ഫിക്സ്ഡ് ഡിപ്പോസിറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ ബാങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് ഒരു നോമിനി ഉണ്ടെങ്കിൽ അവിടെ അതിന് അവകാശമൊന്നും ഉണ്ടാവില്ലേ? ഇതാണ് എൻ്റെ ഒരു ഡൗട്ട്. നോമിനി ബാങ്കിലെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റിന് ബാങ്കിൽ ഒരു നോമിനിയെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും അവകാശം ഉണ്ടാവുമോ? ഇപ്പൊ പല ബാങ്കുകൾ ഈ നോമിനി എന്നുള്ളതിനെ പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ഈ നോമിനി എന്ന് പറയുന്നത് കാര്യങ്ങൾ എളുപ്പത്തിലാക്കാൻ വേണ്ടിയുള്ള ഒരാളാണ്. നോമിനി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ പണത്തിന് പൂർണ്ണമായ അവകാശം ആ നോമിനിക്കാണെന്നല്ല. അത് ചലഞ്ച് ചെയ്യാൻ കോടതി ചലഞ്ച് ചെയ്താൽ സക്സഷൻ ആക്ട് അനുസരിച്ച് അത് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അത് ആരും ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ ഓക്കെ. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. വലിയ തുകയൊക്കെ ബാങ്ക് വന്നിട്ട് നോമിനി ആയിട്ടുള്ള ആൾ അതങ്ങ് എടുക്കും. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ അത് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ചലഞ്ച് ചെയ്തപ്പോൾ കോടതികൾ അത് പരിഗണിക്കുകയും ആ കേസിൽ അത് ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള ഓർഡർ വരികയും ചെയ്തിട്ടുണ്ട്. നേരത്തെ സെബിൻ ജോൺ സാറ് ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു, ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. അല്ല, എനിക്കുണ്ടായിരുന്ന ചോദ്യം, ഈ ബില്ല് മരണശേഷം ഇപ്പം ഞാൻ എൻ്റെ മക്കൾക്കാണ് എഴുതി വെച്ചേക്കുന്നതെങ്കിൽ അടുത്ത പ്രൊസീജിയർ എന്താണ്? അവർ ഈ ബില്ലും കൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി ഇത് അവരുടെ പേരിലേക്ക് മാറ്റാനുള്ള നടപടി ചെയ്യണം? എങ്ങനെ പിന്നുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെ? 2-3 പ്രൊസീജിയർ ഉണ്ട്. ഒന്ന്, അവർ റിലേറ്റീവ്സ് ആണെന്ന് തെളിയിക്കുവാനുള്ള ഡോക്യുമെന്റേഷൻ, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സക്സഷൻ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഓരോ ആവശ്യത്തിന് ആവശ്യപ്പെടുന്നത് പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ ഈ വിൽപത്രം രജിസ്ട്രാർ ഓഫീസിൽ വിൽപത്രത്തിൻ്റെ കൂടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതിൻ്റെ കോപ്പി കിട്ടണമെങ്കിൽ പോലും നമ്മൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലേ കിട്ടത്തുള്ളൂ. കാരണം ആൾ മരിച്ചു എന്ന് പൂർണ്ണ ബോധ്യം വരാൻ വേണ്ടി. അപ്പോൾ ഈ വിൽപത്രത്തിൻ്റെ കൂടെ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് മാറും. അപ്പോൾ അത് എപ്പോഴും അത് പ്രിസർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ചില നടപടിക്രമങ്ങളിൽ ചില ഈ മരിച്ചുപോയ ആളും മറ്റേ ആളും തമ്മിൽ ബന്ധം, ഇപ്പം വിൽപത്രത്തിൽ എഴുതി വെച്ചതുകൊണ്ട് ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യത്തില്ല. അതിന് നമ്മൾ സക്സഷൻ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റോ വാങ്ങിക്കണം. അതാണ് നടപടിക്രമം. അപ്പൊ റിലേഷനിലല്ലാത്തവർക്ക് നമുക്ക് എഴുതി വെക്കാൻ പറ്റത്തില്ലേ? റിലേഷനിലല്ലാത്തവർക്കും എഴുതി വെക്കാം. എഴുതി വെച്ചാൽ അവര് ഇതിന്റെ ഈ ഒറിജിനലും കൊണ്ടുപോയി അവർക്കത് പോക്കൊരു ഇത് വാങ്ങിക്കാം അവരുടെ പേരിലേക്ക്. റിലേഷൻ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. വിൽസൺ കരിമന്നൂർ സാർ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറേ, ഞാനൊരു ഇടപെട്ടോട്ടെ സാറേ? ഇപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഒന്നുകൂടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനൊന്ന് ഇടപെട്ടോട്ടെ സാർ? തീർച്ചയായിട്ടും. അദ്ദേഹം ചോദിച്ച ചോദ്യം സാറ് തെറ്റിദ്ധരിച്ചോന്ന് എനിക്കൊരു സംശയമുണ്ട്. അദ്ദേഹം ചോദിച്ചത് മരണശേഷം ഈ ബില്ല് നടപ്പിൽ വരുത്താനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ്. ബില്ലിന്റെ ഒരു കോപ്പിയും സബ് രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് ഇതിന്റെ ബാധ്യത, നമ്മൾ ഏത് വസ്തുവാണോ ബിൽ പ്രകാരം നമ്മളുടെ പേരിലേക്ക്, ആ ബില്ല് പ്രകാരം കിട്ടിയ ആള് പേരിലേക്ക് കൂട്ടുന്നത്, ആ ആള് ഡെത്ത് സർട്ടിഫിക്കറ്റ്, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ബില്ലല്ലാതെ വേറെ ബില്ലുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഒരു ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വില്ലേജ് ഓഫീസിൽ പേരിൽ കൂട്ടുന്നതിന് വേണ്ടി വിൽപത്രപ്രകാരം ഈ വസ്തു എൻ്റെ പേരിലേക്ക് ആക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ പ്രകാരമാണ്, ലിസ്റ്റ് പ്രകാരമാണ് ഇത് വില്ലേജ് ഓഫീസിലാണ് പേരിൽ കൂട്ടി ലഭിക്കുന്നത്. പേരിൽ കൂട്ടൽ തന്നെയാണ്.
അത് പേര് കൂട്ടിയെടുക്കുന്നതിന് വേണ്ടി. അതിന് ബാധ്യതാ സർട്ടിഫിക്കറ്റ് വേണം. ഏത് പ്രോപ്പർട്ടി ആണോ അതിന്റെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് വേണം. ബില്ല് എക്സിക്യൂട്ട് ചെയ്ത ആള് മരിച്ചു എന്നുള്ളതിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ലിസ്റ്റ് എന്ന് പറയുന്ന കാര്യം വേണം. ഇത്രയും കാര്യങ്ങൾ ഒരു അപേക്ഷയും കൂടെ ചേർത്ത് വില്ലേജ് ഓഫീസിൽ കൊടുത്താണ് ഇത് പേരിൽ കൂട്ടി എടുക്കേണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. എനിക്ക് ചോദിക്കാമോ? അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് വെച്ച് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, ഈ സാക്ഷികൾ മരിച്ചുപോയാൽ എന്താ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ചോദിച്ചു വന്നു. അത് ബന്ധുക്കൾ തന്നെ വേണമെന്നില്ല കോടതിയിൽ വന്ന് സാക്ഷി പറയാൻ. ഈ സാക്ഷികളായിട്ടുള്ള ആളിന്റെ ഒപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരാള് വിസ്തരിച്ചാൽ മതി. ആ ആള് പറയാണ് ഈ സാക്ഷിയുടെ ഒപ്പ് എനിക്കറിയാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ മതി. ഒരു രണ്ട് സാക്ഷികൾ അപ്പോ ആ മകനെ വിസ്തരിച്ചു, അതാ ഞാൻ പറഞ്ഞത്. അല്ല, അതൊരു പർട്ടിക്കുലർ കേസ്. പക്ഷെ അത് എവിഡൻസ് ആക്ട് പ്രകാരം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം പോകുന്നതാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഒരു ബില്ല് പ്രൂവ് ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. ഒരു സാക്ഷിയെങ്കിലും ഏറ്റവും കുറഞ്ഞ് വിസ്തരിക്കണമെന്നും ഒക്കെ എവിഡൻസ് ആക്ടിൽ പറയുന്നുണ്ട്. അത് ബില്ലിന്റെ ഇന്ത്യൻ സക്സഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതല്ല. തെളിവ് നിയമം, അത് തെളിവ് നിയമത്തിൽ പറയുന്നതാണ് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. അത് പല വിധത്തിൽ ചെയ്യാം. രണ്ട് സാക്ഷികളും മരിച്ചുപോയാൽ എന്താണ് ചെയ്യാവുന്നത്, ഒരു സാക്ഷി മാത്രം, അതൊക്കെ തെളിവ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന. അതിന് പകരമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. വില്ലിനെ സംബന്ധിച്ച് വേറൊരു കാര്യം കൂടെ, സാർ വിട്ടുപോയൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു വിൽപത്രം എഴുതി കഴിഞ്ഞിട്ട് ആ വിൽപത്രം എഴുതിയ ആള് അടുത്തൊരു കല്യാണം കഴിച്ചാൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഇന്ത്യൻ സക്സഷൻ ആക്ട് 69 സെക്ഷൻ 69 അനുസരിച്ച് ആ ബില്ല് അങ്ങ് റദ്ദായി പോകും, അയോഗ്യതായി പോകും. ഞാന് ഇപ്പൊ അതിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഞാനൊരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ നിയമം ഉണ്ടാക്കിയ ഇംഗ്ലണ്ടിൽ തന്നെ ആ സെക്ഷൻ 69 ഇത് എടുത്തു കളഞ്ഞു. പക്ഷെ ഇത് ഹിന്ദുക്കൾക്കില്ല, ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വരുന്നതില്ല, മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ക്രിസ്ത്യൻസിന് ബാധകമായി വരുന്ന ഒരു നിയമമായിട്ട് ഇത് കിടക്കുന്നുണ്ട്. അപ്പം രണ്ടാമത് കല്യാണം കഴിച്ചു പോയി, ബില്ല് നിലനിൽക്കുമെന്നുള്ള വിചാരത്തിൽ കഴിയാൻ പാടില്ല. ബില്ല് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കല്യാണം കഴിച്ചാൽ നിയമപരമായി തന്നെ ആ ബില്ല് റദ്ദായി പോകും എന്നുള്ള ഒരു കാര്യം. അങ്ങനെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം. അതെ അതെ, എന്റെ ഒരു സ്നേഹിതന്റെ ഒരു സംഭവം ഉണ്ടായി. ഒരാള് ആളുടെ സ്വത്തുക്കൾ, രണ്ട് പെൺമക്കൾ ഉണ്ടായിരുന്നു. ഏറ്റവും ലേറ്റായിട്ട് രണ്ടാമത് വിവാഹം കഴിക്കുക. കല്യാണത്തിന് മുമ്പ് പെൺമക്കൾക്ക് എഴുതി കൊടുത്തു, വിൽപത്രം എഴുതി വെച്ചു. പക്ഷെ അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ഇദ്ദേഹം അങ്ങ് മരിച്ചുപോയി. അപ്പം ഈ വിൽപത്രം റദ്ദായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വിൽപത്രം അവിടെ ഒരു വില്ലനാകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കണക്കനുസരിച്ച്. വിൽപത്രം എന്ന് പറയുന്നത് മരണാനന്തരം മാത്രം വരുന്നതാണ് എന്നുള്ളത് ശരിയാണ്. ഒപ്പം തന്നെ വിൽപത്രം കോടതിയിൽ പ്രൂവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. കാരണം ലീഗൽ ഹയേഴ്സിനെ അവർക്ക് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടായിരിക്കുമല്ലോ പലപ്പോഴും ഈ വിൽപത്രം എഴുതുന്നത് തന്നെ. ആർക്കെങ്കിലും ഒരാൾക്ക്, മക്കൾക്ക് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൂടുതൽ ആർക്കെങ്കിലും കൊടുക്കുക, അതൊക്കെ വെച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെയേറെ ഉണ്ട്. ഏത് വിലയാധാരം വരെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ഏത് ആധാരങ്ങളും ചോദ്യം ചെയ്യാം. അതുകൊണ്ട് ഇതൊന്നും കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടത്തില്ല എന്നുള്ള ധാരണ നമ്മൾ വേണ്ട. ഏത് ഡോക്യുമെന്റ് എഴുതപ്പെട്ടാലും, ധനനിശ്ചയാധാരം എഴുതിയാലും, ഗിഫ്റ്റ് ഡീഡ് എഴുതിയാലും, പാർട്ടീഷന്റെ കുഴപ്പമില്ല, വേറെ ഏത് വന്നാലും തന്നെ ഇതൊക്കെ തന്നെ കോടതികളിൽ ചോദ്യം ചെയ്യാൻ പറ്റുന്നതാണ്, കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ കോടതിയുടെ തീരുമാനം അനുസരിച്ച് പോകുന്നതാണ് പല കാര്യങ്ങൾ. വിരുദ്ധങ്ങളായ പല ഡിസിഷൻസും പല കോടതികളും എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. കോടതികളിൽ വ്യവഹാരങ്ങളിലൂടെ നീതി തെളിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ആത്യന്തികമായിട്ട് ഇന്നതാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള പാർട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടും.
ചോദ്യം ചെയ്യപ്പെടാം, ആർക്ക് വേണമെങ്കിലും ചോദ്യം ചെയ്യാം. ഇപ്പൊ തന്നെ നമ്മുടെ മാർത്തോമാ സഭയ്ക്ക് വിൽപത്രം എഴുതി കൊടുത്ത പല പ്രോപ്പർട്ടിയും സഭ വേണ്ടാന്ന് വെച്ച് ലീഗൽ ഹയേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഒത്തിരി ബില്ലുകൾ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്, പക്ഷെ പ്രയോജനം ഇല്ലാതെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. എങ്കിലും ഡോക്യുമെന്റ് എഴുതുമ്പോൾ അങ്ങ് എഴുതുക. ഈ വിൽപത്രത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് പറയുന്നത്, മരിക്കുന്ന കാലം വരെയും ഈ വസ്തുവിന്റെ ഉടമയ്ക്ക് ഉടമസ്ഥാവകാശം നഷ്ടപ്പെടില്ല. മറ്റ് ഏത് പ്രമാണങ്ങളാണെങ്കിലും ശരി, ഡോക്യുമെന്റ് എഴുതി കഴിയുന്ന ഉടൻ തന്നെ ഈ ഉടമയ്ക്ക് വസ്തുവിന്റെ ഉടമയ്ക്ക് ഉടമസ്ഥത നഷ്ടപ്പെട്ടു പോകും. എന്നാൽ വിൽപത്രത്തിന്റെ ഒരേ ഒരു ഗുണം എന്ന് പറയുന്നത്, അത് മരണശേഷം മാത്രമായതുകൊണ്ട് ഒരു വസ്തുവിന്റെ ഉടമയ്ക്ക് ആ ഉടമസ്ഥത അയാൾക്ക് മരിക്കുന്ന അന്ത്യശ്വാസം വരെയും കിട്ടും എന്നുള്ളതാണ്. അത് എഴുതുന്നതാണ് ഓരോ വസ്തുവിന്റെ ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അത് കിട്ടുന്ന ആളുകൾക്ക് അത്ര നല്ലതാണെന്ന് എനിക്ക് ചിന്തയില്ല. വിൽപത്രം ഏത് സമയത്തും ചലഞ്ച് ചെയ്യപ്പെടാം. അത് കോടതി പിന്നെ തീരുമാനിക്കും എന്നുള്ളതാണ്. താങ്ക് യു. ചോദിച്ചോട്ടെ. ഞാന് ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു ചോദ്യം നേരത്തെ ഉദ്ദേശിച്ച വിട്ടുപോയതാണ്. ഇപ്പോഴേ ഒരു വില്ല് എഴുതി മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചുപോയി കഴിയുമ്പോൾ അവകാശികൾക്ക് തോന്നുക അതില് ഇൻജസ്റ്റിസ് ഉണ്ട്, അല്ലെ അവ്യക്തതയുണ്ട് എന്ന് തോന്നിയാല് അവകാശികള് ഇപ്പം 3 പേരുണ്ടെന്നിരിക്കട്ടെ, ഈ 3 പേരും കൂടെ ചേർന്നൊരു MOU ഉണ്ടാക്കിയാല് ഈ വില്ലിന് പകരം ഈ MOU പിന്നെ രജിസ്റ്റർ ചെയ്ത് ആ രീതിയിൽ മുന്നോട്ട് ഈ വിഭജനം പാർട്ടീഷൻ നടത്താൻ പറ്റുമോ, അതോ വില്ല് അതേപടി തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഈ വില്ല് കാണിക്കാതെ രജിസ്റ്റർ ചെയ്ത പല സംഭവങ്ങളും ഉണ്ട്. വില്ലിന്റെ കാര്യം റിവീൽ ചെയ്യാതെ പരസ്പരം ധാരണയുടെ പുറത്ത് ചെയ്ത സംഭവങ്ങളുണ്ട്. പിന്നെ ഏത് ഇൻജസ്റ്റിസ് ആയി എന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്യാനുള്ള അവകാശം എപ്പോഴും ഉണ്ട്. അല്ല, പക്ഷെ മക്കളെല്ലാരും അതിനകത്ത് ഒരേ അണ്ടർസ്റ്റാൻഡിങ്ങിലാണെങ്കിൽ അവർക്ക് ഒരു MOU ഉണ്ടാക്കി മുന്നോട്ട് പോകത്തില്ലേ? അപ്പൊ പിന്നെ ചലഞ്ച് ഇല്ലല്ലോ. ചലഞ്ചില്ല. അപ്പൊ ഈ ബില്ലിനെ ബൈപ്പാസ് ചെയ്തിട്ട് മക്കൾക്ക് മുന്നോട്ട് പോകാമല്ലോ എന്നുള്ളതാണ്. സാറേ, MOU എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് അല്ല. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് അല്ല. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ച് ഏതൊക്കെയാണ് ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെന്റുകൾ എന്ന് പറയുന്നുണ്ട്. മോർഗേജ്, ലീസ്, പിന്നെ പാർട്ടീഷന്, സെറ്റിൽമെന്റ് ഡീഡ്, ഗിഫ്റ്റ് ഡീഡ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഗണത്തിൽ പെടുന്നതല്ല ഈ MOU എന്ന് പറയുന്നത്. MOU പ്രകാരം ഒരു പ്രോപ്പർട്ടിയും ആർക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ആർക്കെങ്കിലും വില്ലിനെ അവഗണിക്കാം, സാറിന് വില്ലിനെ അവഗണിക്കാം, എന്നിട്ട് എല്ലാ അവകാശികളും കൂടെ ചേർന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പാർട്ടീഷൻ നടത്താം, ഭാഗോടമ്പടി നടത്താം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ് എഴുതാം, ഇഷ്ടദാനമോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഡീഡോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ MOU എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് വാലിഡ് ആയിട്ടുള്ള ഈ നമ്മുടെ നിയമത്തിന്റെ പരിധിക്കകത്ത് പെടുന്ന ഒന്നല്ല. അതല്ലേ ചോദിച്ചതെന്ന് വെച്ചാല്, ഇപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വില്ലിന് പകരം അവര് തമ്മിൽ ഒരു MOU പോലെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് ചെയ്യാവോ എന്നുള്ളതാണ്. അതിനൊരു ധാരണ ഉണ്ടാക്കിയാൽ അതിന് സെറ്റിൽമെന്റ് ഡീഡാണ്. അത് സെറ്റിൽമെന്റ് ഒരു സെറ്റിൽമെന്റ് ഡീഡാ, ഫാമിലി സെറ്റിൽമെന്റാ. അതായത് ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിലുള്ള ഒരു സെറ്റിൽമെന്റ് ആണ്. ആ സെറ്റിൽമെന്റ് ബില്ലിനെ പരിഗണിക്കാൻ വേണ്ട, ബില്ലിന്റെ കാര്യമേ മിണ്ടാതിരിക്കാം. അപ്പൊ അങ്ങനെ സാധിക്കും. MOU അല്ല, സെറ്റിൽമെന്റ് ഡീഡ്. ഇല്ല, അതെന്റെ ഒരു ടേമിൽ ഞാൻ ആ വേർഡ് യൂസ് ചെയ്തേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ഉദ്ദേശിച്ചിരുന്നത്. അവര് തമ്മിലുണ്ടാകുന്ന ധാരണ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞ ആ അർത്ഥത്തിലാ പറഞ്ഞത്. അടുത്തതായിട്ട് ശ്രീ GM രാജു പുലിക്കോട്ടിൽ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറിന് സംസാരിക്കാം. രാജു പുലിക്കോട്ടിൽ സാർ. സാറേ, ഞാനത് കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചോദ്യം. അതായത് അവിടെ രജിസ്റ്റർ ചെയ്ത ഒരു ബില്ല് ക്യാൻസൽ ചെയ്ത്
പുതിയതൊരെണ്ണം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ബില്ല് എഴുതാതിരിക്കുകയോ ചെയ്യുന്നുള്ള ഒരു നടപടിക്രമം. അതായത് നിലവിലുള്ളത് ക്യാൻസൽ ചെയ്യാനുള്ള നടപടിക്രമം എന്താണെന്നുള്ളതാണ്. നമ്മള് എപ്പോഴും ഈ ബില്ല് ഏറ്റവും ലാസ്റ്റ് ബില്ലാണ് കണക്കാക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ എഴുതുന്ന ബില്ല് ദിസ് ഈസ് മൈ ലാസ്റ്റ് ബില്ല് എന്ന് എഴുതാറുണ്ട്. ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് രജിസ്ട്രാർ ഓഫീസ് വഴി അതിന്റെ ക്യാൻസലേഷൻ. റോയിക്ക് അതറിയാമെങ്കിൽ ഒന്ന് പറയാമോ? ബില്ല് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്താൽ സാറ് പറഞ്ഞ പോലെ തന്നെ അത് ഇന്റർസ്റ്റേറ്റ് സക്സഷൻ ആയിട്ട് മാറും. അപ്പൊ ബില്ലില്ല എന്ന് കണക്കാക്കും. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാം. ആ ക്യാൻസൽ ചെയ്ത ഡോക്യുമെന്റ് ഹാജരാക്കി കഴിയുമ്പോൾ ഒറിജിനൽ ആദ്യത്തേത് ഹാജരാക്കിയാലും ആ ബില്ല് വാലിഡ് ആയിട്ടുള്ള ഒരു ബില്ലായിട്ട് വരത്തില്ല. കാരണം സബ്സിക്വന്റ് അദ്ദേഹത്തിന്റെ ഒരു ബില്ല് വന്നു, ഞാൻ അതിൻ്റെ ഇത് ക്യാൻസൽ ചെയ്തു എന്നുള്ളത്. അത് അപ്പം ക്യാൻസലേഷനും ഒരു ബില്ല് തന്നെ സത്യത്തിൽ. ക്യാൻസലേഷൻ ഓഫ് ബിൽ ഈസ് ഓൾസോ എ ബിൽ. അതുകൊണ്ട് ലാസ്റ്റിലെ ക്യാൻസൽ ചെയ്യപ്പെട്ടു. പിന്നെ എന്താണ് ആ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് ഒന്നും ഇല്ലാത്തത് കാരണത്താൽ ഇന്റർസ്റ്റേറ്റ് സക്സഷനായിട്ട് പോകും. അത്രേ ഉള്ളൂ. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി ആൻഡ് സെൽഫ് അക്വേർഡ് പ്രോപ്പർട്ടി, എനി റെഗുലേഷൻസ് റിഗാർഡിംഗ് ദി ഡിവിഷൻസ് ഓഫ് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടീസ് ഇൻ വിൽ. അങ്ങനെ പ്രത്യേകിച്ചുള്ള ഒരു റെഗുലേഷനും ഇല്ല. അങ്ങനെ ഉള്ള അവകാശങ്ങളൊക്കെ അവസാനിച്ചു. അതൊന്നും ഇപ്പം നിലനിൽക്കുന്നില്ല. പൂർവിക സ്വത്ത് അതിന് പ്രത്യേക എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ടോ എന്നാ ചോദിച്ചത്? ഒരിക്കലും ഇല്ല. പൂർവിക സ്വത്താണെങ്കിലും ആർജിത സ്വത്താണെങ്കിലും ആരാണോ വസ്തുവിന്റെ ഉടമ ആ ഉടമയ്ക്ക് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അതാണ് അതിന്റെ ഇത്. പൂർവിക സ്വത്ത് ആയതുകൊണ്ട് മക്കൾക്ക് കൊടുത്തിരിക്കണം, തലമുറകളിലേക്ക് കൈമാറിയിരിക്കണം എന്ന നിയമം ഇല്ല. പൂർവിക സ്വത്താണെങ്കിലും ആർജിത സ്വത്താണെങ്കിലും ആ പൂർവിക സ്വത്ത് ലഭിച്ച ആളും ആർജിത സ്വത്ത് ലഭിച്ച ആളിലും ഉടമയായിട്ടുള്ള ആളിന് എന്ത് വേണമെങ്കിലും ചെയ്യും. ഓക്കെ സാർ, ഇനിയും വേറെ ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോഴും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. സാറേ, എൻ്റെ പേര് ലൂക്കോസ്. ഞാനൊരു സംശയം, എൻ്റെ ചോദ്യത്തിന് ആൻസർ റോയ് സാർ പറഞ്ഞു എങ്കിൽ തന്നെ നമ്മുടെ ഈ വില്ല് എഴുതി വെച്ചിട്ട് അത് രണ്ടാം ഭാര്യയും മക്കൾക്കുമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മക്കൾ അവരുടെ ഷെയർ സ്വന്തം പേരിലാക്കി അത് സെയിൽ നടത്തുമ്പോൾ അതിന് വിറ്റ്നസ് ആയിട്ട് ഇരുന്നവരുടെ പെർമിറ്റ് വേണമോ? അതെന്താണെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. പേരിൽ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബില്ല് കോടതി ചലഞ്ച് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വിറ്റ്നസിന്റെ ആവശ്യമില്ല. വിൽപത്രമേ ഉള്ളൂ ചലഞ്ച് ചെയ്യാൻ. ഡോക്യുമെന്റ് ചലഞ്ച് ചെയ്യണം. ഇന്ന് ആ പ്രകാരം കിട്ടിയ ആള് കൈമാറ്റം ചെയ്യുമ്പം സാക്ഷിയുടെ യാതൊരു അനുവാദത്തിന്റെയും ആവശ്യമില്ല. സാക്ഷികൾക്ക് അല്ല, അതില് വിറ്റ്നസ് കൊടുത്തവർ സാക്ഷികളുടെ പെർമിറ്റ് വേണമോ അവരുടെ പേരിലാക്കി വിൽക്കാൻ? അതിനൊന്നിനും വേണ്ട. ഇല്ല. ഓക്കെ സാറേ, ഓക്കെ. സാറേ, ഈ നമ്മൾ ബാങ്കിലൊക്കെ ലോണിന് ചെല്ലുമ്പോഴേ നമ്മൾ അതിന്റെ ഒരു പ്രമാണം അവരാവശ്യപ്പെടാറുണ്ട്. അപ്പൊ ഈ വിൽപത്രം നമ്മുടെ പേരിലേക്ക് മാറ്റുമ്പോൾ അതിനൊരു പ്രമാണമൊന്നും ലഭിക്കത്തില്ല. അതിന് ഈ പ്രമാണത്തിന് പകരം എന്ത് ഡോക്യുമെന്റാ ഉപയോഗിക്കാൻ പറ്റുന്നത്? വിൽപത്രത്തിന്റെ കോപ്പി, അത് പ്രമാണത്തിന് തുല്യമാണ് അല്ലേ? അതെ അതെ. ഇല്ല സാറേ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ സാറേ. വിൽപത്രത്തിന്റെ ഈ സത്യത്തിൽ അറ്റസ്റ്റഡ് കോപ്പി വിൽപത്രത്തിൻ്റെത് ഡോക്യുമെന്റിന്റെ ഒരു ടൈറ്റിൽ അല്ല. ഒരിക്കലും ബാങ്കുകാര് അത് സ്വീകരിക്കത്തുമില്ല. സർട്ടിഫൈഡ് വിൽപത്രത്തിന്റെ കോപ്പി ഒരു ഡോക്യുമെന്റ് ആയിട്ട് സ്വീകരിക്കത്തില്ല. അതായത് മുൻ പ്രമാണം പ്രയർ ഡീഡായിട്ട് വേണമെങ്കിൽ പ്രയർ ഡീഡ്. അതാണോ ചോദ്യം? പ്രയർ ഡീഡാണ്, അല്ലാതെ മറ്റേത് ഒരിക്കലും വരാൻ പറ്റുകയില്ലല്ലോ. പ്രയർ ഡീഡായിട്ട് ഉപയോഗിക്കാം. കാരണം വേറെ പ്രയർ ഡീഡ് ഇല്ലല്ലോ. പ്രയർ ഡീഡായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ ഒരു ഇതിന്റെ ടൈറ്റിൽ പ്രൂവ് ചെയ്യാനുള്ളത് സർട്ടിഫൈഡ് കോപ്പി ബില്ലിന്റെ പറ്റത്തില്ല. മുന്നാധാരമായിട്ട് ഉപയോഗിക്കാൻ. അടുത്തായിട്ട് ശാന്തിമത്തായി കൊച്ചമ്മ. നമ്മുടെ ഈ ഉടമസ്ഥാവകാശം തെളിയിക്കാനുള്ള രേഖ എന്ന് പറയുന്നത് എപ്പോഴെന്താണ്? ഈ വിൽപത്രം തന്നെയാണോ? അതിന്റെ കോപ്പി തന്നെയാണ് ബില്ലിന്റെ ഒറിജിനൽ. അതും ആഫ്റ്റർ ഡെത്ത് ആയിരിക്കണം, പേര് കൂട്ടിയിരിക്കണം. ഒറിജിനലും തണ്ടപ്പേര് രജിസ്റ്റർ, നമ്മുടെ കരമടച്ച രസീത്, അതെല്ലാം നമ്മുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാനുള്ള രേഖകളാണ്. ഓക്കെ സാർ.
ഓക്കെ, ശാന്തിമത്തെ കൊച്ചമ്മയ്ക്ക് ചോദിക്കാം. എന്റെ സംശയം മുമ്പേ പറഞ്ഞപ്പോ ഭാര്യയുടെയും ഭർത്താവിന്റെയും പേരിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചുപോയാൽ 1/3 ഭാര്യയ്ക്കും 2/3 മക്കൾക്കും അവകാശപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞ് ബില്ല് എഴുതിയിട്ടില്ലെങ്കിൽ, അപ്പൊ അങ്ങനെ ഇപ്പൊ രണ്ടുപേർക്കും കൂടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഭാര്യയാണ് മരിച്ചു പോകുന്നെങ്കിലും ഇങ്ങനെ 1/3 ആണോ അതോ ഫുൾ അവകാശവും ഹസ്ബൻഡിന് പോവാണോ? വ്യത്യാസമില്ല. ഭാര്യ മരിക്കുമ്പോൾ ഭർത്താവിന് 50% പ്ലസ് 1/3 ഓഫ് ദി വൈഫ് പ്രോപ്പർട്ടി. രണ്ട് ഹൗസ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. സെയിം തന്നെ, സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. അതിന് ഹിന്ദു ആക്ടിൽ ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെ നമ്മുടെ ക്രിസ്ത്യൻ ആക്ടിൽ അതിനകത്ത് ഒരു വ്യത്യാസമില്ല. അത് ഒരുമിച്ചുള്ള പ്രോപ്പർട്ടി ഇല്ല. അങ്ങനെയല്ല, ഭാര്യയുടെ ഒരു വസ്തുവാണെങ്കിൽ ഭാര്യ മരിച്ചു പോയാൽ ഭർത്താവിന് 1/3 2/3 മക്കൾക്കും എന്നുള്ള രീതിയിലാണോ പോകുന്നത്? ഓക്കെ, താങ്ക് യു. അടുത്തായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ശ്രീ സോമൻ എന്ന് പറഞ്ഞ ആളാണ് ചോദിച്ചിരിക്കുന്നത്. സോമൻ തന്നെ അങ്ങ് വായിക്കട്ടെ. അതെ അതെ, സോമൻ ചോദ്യം ചോദിച്ച ആൾ തന്നെ വായിച്ചാൽ ഉപകാരമായിരുന്നു. സാറേ കേൾക്കാമോ? കേൾക്കാം. നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് ഒരു വില്ല് എക്സിക്യൂട്ട് ചെയ്യുന്നു, പക്ഷെങ്കിൽ മൂവബിൾ അസറ്റ്സിന് ഒന്നും എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് എങ്ങനെയായിരിക്കും സെറ്റിൽ ചെയ്യുന്നത്? റോയ് പറയുന്ന ഞാൻ പറയണോ? ഞാൻ പറയാം. സാർ പറഞ്ഞു. റോയ് പറഞ്ഞു. ഈ മൂവബിൾ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ബാങ്കിൽ കിടക്കുന്ന ഡിപ്പോസിറ്റ് ഒക്കെയാണ് സക്സഷൻ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഫയൽ ചെയ്ത് അതിനനുസരിച്ച് വാങ്ങിക്കാം, അവകാശികൾക്കെല്ലാം കൂടെ വാങ്ങിക്കാം. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഒരു വീട്ടിലുള്ള മൂവബിൾസ് ആണെന്ന് വെക്കും, അത് വീട് പൊസസ് ചെയ്യുന്ന ആളിന് ആ വീട്ടിലുള്ള മൂവബിൾസ് കിട്ടും. അത് പൊസഷൻ ആളുടെ മൂവബിളിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് പൊസഷൻ മാത്രം, അത് അല്ലാതെ ടൈറ്റിൽ എന്ന് പറയുന്ന സാധനം ഇല്ല, പൊസഷൻ മാത്രമാണ്. അപ്പൊ ആരുടെയിലാണോ പൊസസ് ചെയ്യുന്നത് അവർക്ക് കിട്ടും. ഇപ്പൊ ഞാൻ എൻ്റെ വീടിനെ സംബന്ധിച്ച് എൻ്റെ മൂത്ത മകന് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ഉള്ള മൂവബിൾസ് എല്ലാം മൂത്ത മകന് തന്നെ കിട്ടും. കാരണം മകനായിരിക്കും അന്നേരം അത് ഹോൾഡ് ചെയ്യുന്നത്. ആ ഹോൾഡ് ചെയ്യുന്ന ആളിന്റെ കയ്യിൽ അത് ഇരിക്കും, പൊസഷന്. അതായത് അതിന്റെ പ്രിൻസിപ്പിൾ ഇതേ ഉള്ളൂ, മൂവബിൾസിന്റെ പൊസസ് ചെയ്യുന്നവരാണ് മൂവബിൾസിന്റെ ഓണർ എന്ന് പറയുന്നത്. അല്ലാതെ അതിനൊരു ടൈറ്റിൽ ഇല്ലല്ലോ, ടൈറ്റിൽ ഇല്ല. ഇപ്പൊ എന്നാൽ കാറാണെന്ന് വിചാരിക്കും, കാറാണ് എൻ്റെ അപ്പന്റെ പേരിൽ കിടന്നതാണ്, അപ്പൻ അതേ സംബന്ധിച്ച് വിൽപത്രം എഴുതിയിട്ടില്ല, എങ്കിൽ അവകാശികൾക്കെല്ലാം ഇന്റർസ്റ്റേറ്റ് സക്സഷൻ എന്നുള്ള നിലയിൽ പോകും. കാർ അപ്പന്റെ പേരിലാണ്, അപ്പന്റെ പേരിൽ അതിന്റെ ഒരു ടൈറ്റിൽ ഡോക്യുമെന്റ് ഉണ്ട്. ടൈറ്റിൽ ഡോക്യുമെന്റ് ഉള്ള മൂവബിൾസ് ആണെങ്കിൽ, അപ്പന്റെ പേരിൽ കിടക്കുകയാണെങ്കിൽ അത് ഇന്റർസ്റ്റേറ്റ് സക്സഷൻ ആയിട്ട് കണക്കാക്കി അവകാശികൾക്കെല്ലാം തുല്യമായിട്ട്. എന്നാൽ ടൈറ്റിൽ ഡോക്യുമെന്റ് ഇല്ലാത്ത മൂവബിൾസ് ആണെങ്കിൽ അത് ആരാണോ പൊസസ് ചെയ്തിരിക്കുന്നത് അവർക്ക്. ഗോൾഡിന്റെ കാര്യത്തിലും ഇത് ആപ്ലിക്കബിൾ ആണോ? ഗോൾഡിന്റെ കാര്യത്തിൽ അതിന് നമ്മളെ പേപ്പറുകളൊന്നും ഇല്ലല്ലോ, അപ്പൊ അത് ആരാണോ പൊസസ് ചെയ്യുന്നത് അവർക്ക് കിട്ടും. അതൊരു പക്ഷേ ആണെങ്കിൽ അതിന് വ്യത്യാസം വരുമല്ലോ. അത് ഗോൾഡ് ബാങ്കിൽ ഇരിക്കുന്ന സാധനമാണെങ്കിൽ എങ്ങനെ എടുക്കും? ബാങ്കിൽ ഇരിക്കുമ്പോ ബാങ്കിൽ എന്തിരിക്കുന്നോ അതിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൽ ലോക്കറിൽ ഇരിക്കുകയാണ്. ആ ലോക്കറിന്റെ ഉടമസ്ഥൻ ആരെന്നുള്ളത് അത് അപ്പനാണ് സത്യത്തിൽ. അപ്പൊ അപ്പൻ തന്റെ ലോക്കറിൽ ഇരിക്കുന്ന വസ്തുവിനെ സംബന്ധിച്ച് ബില്ലിന്റെ അകത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്റർസ്റ്റേറ്റ് സക്സഷൻ ആയിട്ട് മാറും. സാധാരണ സക്സഷനിലൂടെ പോകും. അത് സക്സഷനിലൂടെ. കാരണം ലോക്കർ പിന്നെ തുറക്കാൻ കോടതി ബാങ്ക് അനുവദിക്കണമെന്നുണ്ടെങ്കിൽ സക്സഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാതെ തുറക്കാൻ സമ്മതിക്കത്തില്ല. അതുപോലെ സാറേ ഇതിന്റെ ഈ അസറ്റും ലയബിലിറ്റീസും ഇതേപോലെ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് പോകത്തില്ലേ? ഉദാഹരണത്തിന് ഒരു അപ്പന് വണ്ടിയുണ്ട്, ആ വണ്ടി ഹൈപ്പോത്തറ്റിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്, ലോൺ എടുത്താണ് വാങ്ങിച്ചത്, ലോൺ തിരിച്ചടയ്ക്കാൻ ഒക്കാത്തൊരു സാഹചര്യം വന്നു, അങ്ങനെ വന്നാൽ എങ്ങനെ സെറ്റിൽ ചെയ്യും? അത് ആ പ്രോപ്പർട്ടിന്മേൽ
ഇപ്പൊ അപ്പന് ഉദാഹരണം പറയാം, അപ്പന് 4 ലക്ഷം രൂപയുടെ സ്വത്തുണ്ട്, പക്ഷെ 10 ലക്ഷം രൂപയുടെ കടമുണ്ടെങ്കിൽ ആ അപ്പന്റെ സ്വത്ത് എത്രമാത്രം ഉണ്ടോ അത്രയും മാത്രത്തിന് ഈ പിന്തുടർച്ച അവകാശികൾക്ക് ബാധ്യത ഉണ്ടാകത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? തിരിച്ചു പറയണം റോയ്, തിരിച്ചു പറയണം. അതായത് 4 ലക്ഷം രൂപ അത് നേരെ തിരിച്ചു പറയണം പറഞ്ഞത്. അതായത് 4 ലക്ഷം രൂപ ബാധ്യത, അപ്പന് 4 ലക്ഷം രൂപയുടെ സ്വത്തുണ്ട്, 4 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടെങ്കിൽ ആ 4 ലക്ഷം രൂപ ബാധ്യതയുള്ളവർക്ക് ഈ അവകാശികൾ കൊടുത്തേ പറ്റത്തുള്ളൂ. ഇനിയിപ്പം പറയാം 4 ലക്ഷം രൂപ ബാധ്യതയുണ്ട്, എന്നാൽ 6 ലക്ഷത്തിന്റെ സ്വത്തുണ്ടെങ്കിൽ 4 ലക്ഷം ബാധ്യത വീട്ടിയതിന് ശേഷം 2 ലക്ഷം അവർക്ക് എടുക്കാം. എന്നാൽ അടുത്ത ഒരു കാര്യമാണ്, അപ്പന് 10 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്, പക്ഷെ 4 ലക്ഷം രൂപയുടെ സ്വത്തേ ഉള്ളെങ്കിൽ ഈ അവകാശികൾ 4 ലക്ഷം കൊടുത്താൽ മതി, 10 കൊടുക്കേണ്ടി വരും. ബാധ്യത തീർത്താൽ ബാക്കി അടയ്ക്കണ്ട. താങ്ക് യു സാർ, താങ്ക് യു. ഇനി ആരും വേറെ ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല? ആർക്കും വേറെ ചോദ്യങ്ങളില്ല? ജസ്റ്റ് ഒരു ചോദ്യം കൂടെ നേരത്തെ പറഞ്ഞതിനോടനുബന്ധിച്ചാണ്. ഈ ലോക്കറിന്റെ കേസിൽ ലോക്കറിന്റെ ഉടമ അപ്പനാണെങ്കിൽ അപ്പൻ വില്ല് എഴുതി വെച്ചിട്ടുണ്ട്, അമ്മയ്ക്കാണ് എൻ്റെ എല്ലാ ഈ ബാങ്കിലുള്ള എല്ലാ ഡെപ്പോസിറ്റ്സിൽ നിന്ന് ഒരു ജനറിക് ആയിട്ട് അതിനകത്ത് എന്ത് ആഭരണമാണോ അത് എഴുതിയിട്ടില്ലെങ്കിൽ ബാങ്ക് ഈ ബില്ല് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് അതിന്റെ ഉടമസ്ഥാവകാശം കൈമാറുമോ? തീർച്ചയായിട്ടും കൊടുക്കണമെന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ ബാങ്കുകാരൊക്കെ ചെയ്യുന്നത് സക്സഷൻ സർട്ടിഫിക്കറ്റ് കൂടെ ഒക്കെ കൊണ്ടുവരാൻ പറയുന്നുണ്ട് ബാങ്കുകാർ. പക്ഷെ ഈ ബില്ല് സ്വീകാര്യമാണ്, അത് കോടതി ത്രൂ വേണമെങ്കിൽ നിങ്ങൾക്കത് അമ്മയ്ക്കത് എടുക്കാവുന്നതാണ്, യാതൊരു സംശയം. ബെനിച്ചേ, ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സാറേ, ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഈ കോൺവെർസേഷനിൽ പറഞ്ഞ് ക്രിസ്ത്യൻസിന് ഒരു നിയമം അല്ലെങ്കിൽ ഹിന്ദുസിന് ഒരു നിയമം, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമഗതി നമ്മുടെ ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നത്? അതൊന്ന് വിശദീകരിക്കാമോ? എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഭാഗം വെക്കുമ്പോൾ ഹിന്ദുവിന് ഒരു പ്രത്യേക നിയമം, ക്രിസ്ത്യൻസിന് ഒരു പ്രത്യേക നിയമം, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്? അത് മാറ്റാനായി ഇപ്പൊ മോദി നോക്കിക്കൊണ്ടിരിക്കുന്നത്, അത് മോദി നോക്കിക്കൊണ്ടിരിക്കുന്ന അതാണ്. ഓരോ അതിന് വ്യക്തി നിയമം, പേഴ്സണൽ ലോസ്, വ്യക്തി നിയമങ്ങൾ, അതായത് ഓരോ മനുഷ്യരുടെയും ഞാൻ പേഴ്സണൽ ലോയെ അനുകൂലിക്കുന്ന വ്യക്തിയാണ്. ഓരോ വ്യക്തികളുടെയും സാമൂഹ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിയമം ഉണ്ടായിട്ടുള്ളത്. സാമൂഹ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിൽ മതങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട് താനും. അതുകൊണ്ട് തന്നെ അവരവരുടെ മതവിശ്വാസങ്ങൾ സംരക്ഷിക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് സിവിൽ നിയമങ്ങളും തങ്ങളുടെ മതവിശ്വാസങ്ങളോട് ചുറ്റിപ്പറ്റി തന്നെ അതിനെ ചേർന്നുകൊണ്ട് നിലനിർത്താൻ അനുവദിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത് ഓരോ ആളിന്റെ മതസ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ വ്യക്തി നിയമത്തെ ഇപ്പം തന്നെ കാശ്മീരിലെ നിയമമല്ല കേരളത്തിലെ നിയമം, ടെറിറ്റോറിയലാണ് ലോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സിവിൽ ലോ എന്ന് പറയുന്നത് ടെറിറ്റോറിയലാണ്, ഓരോ പ്രദേശത്തിന്റെയാണ്, ഓരോ സാമൂഹ്യ ജീവിതത്തിന്റെയാണ്. ഈ നിയമങ്ങളൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ മതവിഭാഗങ്ങൾക്ക് അവർക്ക് അവരുടേതായ എൻറ്റിറ്റി ഉണ്ട്, അവരുടേതായ സ്വത്തുമുണ്ട്. ആ സ്വത്ത് ബോധത്തിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണുള്ളത്. ആ നിയമങ്ങളെ അംഗീകരിക്കണം. എന്നാൽ ഒരു വിശാലമായ അർത്ഥത്തിൽ വരുമ്പോൾ വേണമെന്നില്ല. പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് BJP ഗവൺമെന്റ് കൊണ്ടുവരാൻ അവർ ഹിന്ദു കോഡാ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിനിടെ തന്നെ അവര് ഈ ആദിവാസികളെ അധികം എക്സ്ക്ലൂഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കാരണം അവരുടെ കസ്റ്റംസും രീതിയെല്ലാം വ്യത്യാസം. അതുകൊണ്ടാണ് ഈ പേഴ്സണൽ ലോസ് എല്ലാം വ്യത്യസ്തമായതുകൊണ്ട് അങ്ങനെ വരുന്നത്. വ്യക്തി നിയമങ്ങൾ വ്യത്യസ്തമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി വേറെ ആർക്കും ചോദ്യമൊന്നും ഇല്ലെങ്കിൽ കുരുവിള വർഗീസ് സാറിന് സംസാരിക്കാം. ഇല്ല, ഞാനൊരു കാര്യം, ഈ പേഴ്സണൽ ലോസ് ഒത്തിരി പറഞ്ഞുകൊണ്ട് ഒരു സെൻസ് ഒന്ന് പറഞ്ഞോട്ടെ. ഈ മേരി റോയ് കേസിന് മുൻപ് നമ്മുടെ ക്രിസ്തു മതത്തിലുണ്ടായിരുന്ന ഇൻഹെറിറ്റൻസ് ലോ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള ഒരു നിയമം തന്നെയായിരുന്നു.
5000 രൂപയോ മറ്റേ ഇത്ര ഭാഗത്തിൽ ഇത്ര കുറവ്, ഏതാണ് കുറവെങ്കിൽ അത് മാത്രമേ സ്ത്രീക്ക് അവകാശപ്പെട്ടിരുന്നുള്ളൂ നേരത്തെ. അപ്പൊ അതുകൊണ്ട് പേഴ്സണൽ ലോസിൽ ഉള്ള ഫ്ലോസ് നമ്മൾ അതത് സമയത്ത് നീക്കേണ്ട ആവശ്യവും ഉണ്ട്. അതെ, തീർച്ചയായിട്ടും വ്യക്തി നിയമങ്ങൾ പരിഷ്കാരം ആവശ്യമുള്ള ഘടകങ്ങളുണ്ട്. അത് പരിഷ്കരിക്കപ്പെടുക തന്നെ വേണം, അതിന് സംശയമൊന്നുമില്ല. അനീതി ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാം. അല്ല സാറേ, അതിനൊരു ഇതുണ്ട്. ഇപ്പം മാഡം പറഞ്ഞത് തിരുക്കൊച്ചിയിൽ നിലനിന്നിരുന്ന ക്രിസ്ത്യൻ പിന്തുടർച്ചാ നിയമത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഈ ഇന്ത്യൻ സക്സഷൻ ആക്ട് എന്ന് പറയുന്നത് സത്യത്തിൽ അതിനൊക്കെ മുമ്പേ ബ്രിട്ടീഷ് ഇന്ത്യയിൽ രൂപപ്പെട്ടതാണ്. സാറ് സൂചിപ്പിച്ച പോലെ ചാലക്കൻ സാർ 1925 മുതൽ രൂപപ്പെട്ട് വന്ന ഒരു നിയമമാണ്. എന്നാൽ കൊച്ചമ്മ പറഞ്ഞ നിയമം എന്ന് പറയുന്നത് തിരുക്കൊച്ചിയിൽ നിലനിന്നിരുന്ന ക്രിസ്ത്യൻ പിന്തുടർച്ചാ നിയമവും ആയിരുന്നു. തിരുക്കൊച്ചിയിൽ നിലനിന്നിരുന്ന, അതിന്റെ പിന്നിലും സാമുദായികമായ ഒത്തിരി കാര്യങ്ങൾ വിശ്വാസപരമായിട്ടുണ്ടായിരുന്നു. നമ്മളെ മേരി റോയ് കേസിലൂടെ സംഭവിച്ചത്, ഈ ഇന്ത്യൻ ക്രിസ്ത്യൻസിന്, കേരളം രൂപപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ ക്രിസ്ത്യൻസിന് ബാധകമായി വരുന്ന നിയമം ഇന്ത്യൻ പിന്തുടർച്ചാ നിയമമാണെന്ന വിധിയാണ് വന്നത്. അല്ലാതെ തിരുക്കൊച്ചിയിലെ ക്രിസ്ത്യൻ പിന്തുടർച്ചാ നിയമം അല്ല എന്ന ഫൈൻഡിങ്ങിലായിരുന്നു വന്നത്. അങ്ങനെ ക്രിസ്ത്യൻസിന്റെ ഇങ്ങനൊരു നിയമം രൂപപ്പെട്ടു വരാൻ കാര്യം, പ്രത്യേകിച്ച് കല്യാണം കഴിച്ച് പെൺകുട്ടിയെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വസ്തുക്കൾ വിഭജിച്ചു പോകാം. ഹിന്ദു നിയമത്തിൽ സംഭവിച്ച എന്താ, ഹിന്ദു നിയമത്തിൽ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുത്തപ്പോൾ സമുദായത്തിലെ അംഗങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കല്യാണം അങ്ങോട്ട് കഴിക്കുന്ന അവസരത്തിലാണ് ആളുകൾക്ക് പണം വേണ്ടത്. അപ്പം പെൺമക്കൾക്ക് സ്വത്ത് കൊടുത്തു കഴിയുന്നുണ്ട്, അവരത് വിറ്റിട്ട് പോകും. അപ്പൊ ആമക്കളായിരിക്കും ആ പ്രദേശത്ത് താമസിക്കുന്നത്. അവർക്ക് കിട്ടാതെ, അവർക്ക് അത് വാങ്ങിക്കാൻ ആ സമയത്ത് പറ്റാതെയും വരും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്നത്തെ കാലത്ത് 5000 രൂപയോ 5000 രൂപയ്ക്ക് 10 ഏക്കർ സ്ഥലം കിട്ടുന്ന കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ് ആ നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ കവർ ചെയ്യാൻ ഈ മരുമക്കത്തായം പോലുള്ള ഒത്തിരി സമ്പ്രദായങ്ങൾ അന്നുണ്ടായി. അത് തിരുക്കൊച്ചിയിൽ നിലനിന്നിരുന്ന, അന്നത്തെ സാമൂഹ്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന ഒരു നിയമം പിന്തുടർന്നു വന്നിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം. അങ്ങനല്ല വേണ്ടത്. ഇന്ത്യയിലെ ക്രിസ്ത്യൻസിന് ബാധകമായിട്ടുള്ള നിയമം ഇന്ത്യൻ പിന്തുടർച്ചാ നിയമമാണെന്ന് ഒരൊറ്റ വിധിയെ മേരി റോയ് കേസിലൂടെ വന്നിട്ടുള്ളൂ. വേറെ ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുകയാണ്. കുരുവിള വർഗീസ് സാറിന്. വളരെ വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കാരണം എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയമാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ വൈബ്രൻ്റായിട്ട് ഈ സെഷൻ കടന്നുപോയി. പങ്കെടുത്തവർ ഞാൻ ഒരുപാട് പേര് വളരെ താല്പര്യത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. ഇത് ഒരുപക്ഷെ ഇതിലും കൂടുതൽ സമയം നമ്മൾ ഇപ്പോൾ നിർത്തിയില്ലെങ്കിൽ അത് നീണ്ടുപോകാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇത് വളരെ നല്ലൊരു സൂചനയാണ്. കാരണം ഈ വിൽപത്രത്തിനെ പറ്റി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മാറി വന്ന സാഹചര്യങ്ങളിൽ കൂടുതൽ അവയർനെസ്സും അറിയാനുള്ള താല്പര്യവും ജനങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. വളരെ സമർത്ഥമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുവാനായിട്ട് പ്രിയപ്പെട്ട ലാലച്ചനും റോയിയെ പോലുള്ള മറ്റ് അഭിഭാഷക സുഹൃത്തുക്കളും ഇതിന് സഹായിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള നിരവധി വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ന് നമുക്കറിയാം, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ പല വിധത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ടെന്ന്. നിയമം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ വയ്യാതെ ഒഴിഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുമുണ്ട്. അവിടെ എന്താണ് നമ്മളുടെ രക്ഷയ്ക്കെത്തുന്ന നിയമത്തിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ സഹായകരമായിരിക്കും. അതുപോലെ തന്നെ ഒരു കെട്ടിടം പണിയുന്നിടത്ത് ഒരു സമൂഹ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നിയമത്തിൻ്റെ പറ്റിയുള്ള പ്രോപ്പറായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടുപോകുന്നതായിട്ടുള്ള പല സാഹചര്യങ്ങളുമുണ്ട്. അതുപോലുള്ള വിഷയങ്ങൾ കണ്ടെത്തി ഇതുപോലെ ഈ ലൈറ്റ് ടു ലൈറ്റിൻ്റെ ചർച്ചകളിൽ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കുറെ കൂടി ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തി പോകുന്നത് വളരെ നന്നായിരിക്കുമെന്ന് ഉള്ളൊരു സൂചനയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്നത്തെ സെഷൻ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്ത അഡ്വക്കേറ്റ് ലാലച്ചൻ, അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ്,
വിൽസൺ, ബെന്നി, എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. സജീവമായിട്ട് ചർച്ചകൾ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇനിയും കൂടുതൽ വിഷയങ്ങളുമായിട്ട് ഇനിയും കടന്നു വരുന്നവരെ നമുക്ക് വീണ്ടും കാണാമെന്ന ആശംസയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ബെന്നി പരിമണത്തിനെ ക്ഷണിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു. ഒത്തിരി പേര് ഇൻവോൾവ് ചെയ്തു. ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു 82 പേരോളം, 85 കൂടുതലുണ്ടായിരുന്നു. 91 വരെ ഞാൻ കൗണ്ട് ചെയ്തത്. ഈ സമയത്തൊക്കെ നമുക്ക് അത്രയും ആളുകളെ കിട്ടുക എന്ന് പറയുന്നതൊക്കെ പ്രത്യേകിച്ച് വലിയൊരു സംഭവമാണ്. അപ്പം അത് വളരെ വിജയകരമായിട്ട് നടത്തി. ഇതിന്റെ സംഘാടകരോടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു 100 പേർക്കടുത്ത് ഒരു സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. അപ്പം അതിന് പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് ഇതിന്റെ സംഘാടകരോട് പ്രത്യേകിച്ച് രണ്ടാമത്തെ പ്രാവശ്യം പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ ഇതിനകത്ത് സഹായിച്ചിട്ടുള്ള ശ്രീ കുരുവിള വർഗീസും എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ റോയി എന്നെക്കാളും മിടുക്കനായിട്ട് ഈ വിഷയമൊക്കെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ്. അപ്പോൾ റോയിയുടെ ഇൻപുട്ടിനെല്ലാം പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 241 വെബിനാറിൽ ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷകനായിട്ടിരുന്ന അഡ്വക്കേറ്റ് പി ലാലച്ചൻ സാർ, ഇന്ന് നമുക്ക് മോഡറേറ്റർ ആയിരുന്ന അഡ്വക്കേറ്റ് കുരുവിള വർഗീസ് സാർ, ബഹുമാനപ്പെട്ട വൈദികരെ, ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ, നമ്മുടെ 241 വെബിനാർ ആണല്ലോ ഇപ്പോൾ സമാപിക്കുവാനായിട്ട് പോകുന്നത്. യാതൊരു മുടക്കവും കൂടാതെ നമുക്ക് 240 വെബിനാറുകൾ കഴിഞ്ഞ നാളുകളിൽ ഭംഗിയായി നടത്തുവാനായിട്ട് ദൈവം തമ്പുരാൻ കൃപ ചെയ്തു. ദൈവകൃപയ്ക്ക് പ്രാരംഭമായിട്ട് നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായൊരു വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായി കേൾക്കുവാനായിട്ടൊക്കെ സാധിച്ചത്. വിൽപത്രം വില്ലനാകുമ്പോൾ എന്ന ഇന്നത്തെ വിഷയം നമ്മുടെ പി ലാലച്ചൻ സാർ വളരെ മനോഹരമായി ഇന്ന് അവതരിപ്പിക്കുകയുണ്ടായി. ലാലച്ചൻ സാർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ദേശീയ തിരഞ്ഞെടുപ്പ് ന്യൂനപക്ഷ രാഷ്ട്രീയവും എന്ന ഒരു വിഷയത്തെപ്പറ്റി ഏപ്രിൽ 13 2024 വളരെ മനോഹരമായൊരു പ്രഭാഷണം നമ്മുടെ ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു പ്രത്യേക വിഷയം ഇവിടെ അവതരിപ്പിച്ചപ്പോൾ നമ്മൾ എല്ലാവരും വളരെയധികം അറിയുവാനായിട്ട് ആഗ്രഹിച്ച ഒരു വിഷയമാണ്. ആ വിഷയത്തിൻ്റെ പ്രാധാന്യം യാതൊരു വിധമായിട്ടും ചോരാതെ, വിൽപത്രത്തിൻ്റെ പ്രാധാന്യം എപ്രകാരമാണ്, ആ വിൽപത്രം എപ്രകാരം തയ്യാറാക്കണം, അതുപോലെ സാറിൻ്റെ അനുഭവത്തിലൂടെ സംഭവിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിൽപത്രത്തിൽ അടങ്ങിയിരിക്കുന്ന അത് എപ്രകാരമാണ് വില്ലനാകുന്നത് എന്ന് നമ്മളോട് ഇന്നത്തെ പ്രഭാഷണത്തിലൂടെ പറയുകയുണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ ഈ പുതിയ മൈഗ്രേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ സമഗ്രമായി ഈ വിഷയത്തെപ്പറ്റി സാറ് ഇന്ന് നമ്മളോട് സംസാരിച്ചു. അതുപോലെ തന്നെ ധാരാളം പേർക്ക് ധാരാളം സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങൾക്കൊക്കെയും സാറ് ഉചിതമായി മറുപടി നൽകുകയും ചെയ്തു. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ ഇന്നത്തെ വെബിനാർ സാറ് വളരെ മനോഹരമാക്കി തീർത്തു. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ വരികയും ഇത്രത്തോളം സമയം ഞങ്ങൾക്ക് വേണ്ടി പല തിരക്കുകളുടെ ഇടയിൽ മാറ്റിവെക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ലാലച്ചൻ സാറിനോട് ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് നമുക്ക് മോഡറേറ്റർ ആയിട്ടിരുന്നത് അഡ്വക്കേറ്റ് കുരുവിള വർഗീസ് സാറാണ്. സാറ് പ്രാരംഭമായിട്ട് വിൽപത്രത്തിന്റെ ഉൽപ്പത്തി, അതുപോലെ തന്നെ ബൈബിളിൽ അതിനെ സൂചിപ്പിക്കുന്ന ഒരു വേദഭാഗവും, അപ്പോൾ വിൽപത്രത്തിന്റെ പ്രത്യേകതകളും ഒക്കെയും വളരെ ഭംഗിയായിട്ട് വിവരിച്ച സാറ് ആമുഖം ഗംഭീരമാക്കി. ഞാൻ ഓർക്കുകയാണ്, സാറും പണ്ട് നമ്മുടെ ഒരു വെബിനാറിന് നേർ നൽകിയുണ്ടായി. അത് ഇന്ത്യ 2024 അപ്പുറം എന്ന വിഷയത്തെ പറ്റിയിട്ടായിരുന്നു. ഏതാണ്ട് 10 മാസം മുമ്പാണ് സാർ ആ വെബിനാറിന് നേർ നൽകിയത്. അങ്ങനെ ലൈറ്റ് ടു ലൈറ്റന്റെ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ ഒരു സ്നേഹിതൻ കൂടിയാണ്. ഇന്നത്തെ ഈ വെബിനാർ വളരെ അർത്ഥവത്താക്കി തീർത്തതിൽ സാറ് മോഡറേറ്റ് ചെയ്തതിൽ വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. സാറും ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. പ്രത്യേകിച്ച് ഒരു അഡ്വക്കേറ്റ് വിഷയം നയിക്കുമ്പോൾ ഒരു അഡ്വക്കേറ്റ് തന്നെ നമുക്ക് മോഡറേറ്റർ ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാറും ഇത്രത്തോളം സമയം നമ്മുടെ ഈ മീറ്റിങ്ങിന് വേണ്ടി ചെലവഴിച്ച് ഇന്നത്തെ ഈ മീറ്റിംഗ് വളരെ ഭംഗിയാക്കി തീർത്ത പ്രിയ കുരുവിള വർഗീസ് സാറിനുള്ള ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അപ്രകാരം തന്നെ നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെയും മറുപടി നമ്മുടെ അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് വെൺമണി സാർ നൽകിയുണ്ടായല്ലോ. സാറ് നമ്മുടെ സ്റ്റഡി ഫോറത്തിന്റെ ഒരു അഡ്മിൻ കൂടിയാണ്. പല ചോദ്യങ്ങൾക്കും സാറ് ഈ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിന് ആധികാരികമായ മറുപടി നൽകുകയുണ്ടായി. സാറിനുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു.
ഇന്ന് നമുക്ക് പ്രാരംഭ ഗാനത്തിനും അതുപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കും നേർ നൽകിയ ശ്രീ ഷിബു തോമസ് ആമല്ലൂർ സാറാണ്. നല്ല മനോഹരമായ ഗാനം ആലപിക്കുകയും അതുപോലെ തന്നെ അർത്ഥഗംഭീരമായ ഒരു പ്രാരംഭ പ്രാർത്ഥനയ്ക്കും സാറ് നേർ നൽകി. ഷിബു തോമസ് സാറിനുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് അനൗൺസ്മെന്റ് നേർ നൽകിയത് ശ്രീ വി എ ജേക്കബ് സാറാണ്, നമ്മുടെ അഡ്മിൻ കൂടിയാണ്. സാറിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ മീറ്റിങ്ങുകളെല്ലാം തന്നെ ക്രമീകരിക്കുന്നതും അതിനുവേണ്ടി ആൾക്കാരെ കണ്ടെത്തുന്നതും ഒക്കെയും ചെയ്യുന്നത് നമ്മുടെ അഡ്മിൻമാൽ പ്രധാനിയായിരിക്കുന്ന ശ്രീ വിൽസൺ കരിമന്നൂർ സാറാണ്. സാറിൻ്റെ ഇടപെടലിലാണ് ഇത് ഭംഗിയായി ഈ നാളുകൾ അത്രയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. സാറിനുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. നാളിതുവരെ നമുക്ക് സൂം പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്നത് ശ്രീ ജോസ് മാത്യു ആണ്. യാതൊരു മുടക്കവും കൂടാതെ എല്ലാ ആഴ്ചയിലും നമുക്ക് സൂം പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്നു. ശ്രീ ജോസ് മാത്യുവുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് അതുപോലെ തന്നെ പങ്കെടുത്ത ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ഇന്ന് പുതുതായിട്ട് പങ്കെടുത്ത ഒത്തിരി പേരുണ്ട്. പ്രത്യേകിച്ച് ഒരു വിഷയത്തിൻ്റെ ഒരു വിഷയം കാരണമായിരിക്കാം ധാരാളം പേര് ഇന്ന് നമ്മുടെ മീറ്റിങ്ങിൽ പുതുതായിട്ട് പങ്കെടുത്തു. ധാരാളം പേർ ചോദ്യങ്ങൾ ചോദിച്ചു, ഈ ചർച്ചയിൽ പങ്കെടുത്തു. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇപ്രകാരം ഒരു സൂം വെബിനാറിൽ 91 പേരൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു അതിശയപരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത എല്ലാവരോടും ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തെ സ്നേഹിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുകയാണ്. ഈ നന്ദി പ്രകടനം നിർത്തുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ ഈ യോഗം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് ഒരു അഭ്യർത്ഥന നടത്തിയാണ്. ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് പി ലാലച്ചൻ സാറ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് കുരുവിള വർഗീസ് സാറ്, അങ്ങനെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേയും, ഞങ്ങളെ ലൈറ്റ് ടു ലൈറ്റൺ സ്റ്റഡി ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള വെബിനാർ ഒരു പ്രാവശ്യം കൂടെ ഭംഗിയായി നടത്തുവാൻ തക്കൊണ്ട് ഞങ്ങളോട് കരുണ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിൽപ്പത്രം സംബന്ധിച്ച അറിവുകളൊക്കെ ഞങ്ങൾക്ക് സമ്പാദിപ്പാൻ തക്കവണ്ണം ലാലച്ചൻ സാറിലൂടെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ എൻലൈറ്റൻമെന്റിന് വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിച്ച് സമൂഹത്തിൽ നിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിപ്പാനും ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം നൽകിയ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ കൂടിയും നാം കേട്ട ചിന്തകളോടുകൂടിയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.